അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ട്രഷർ കോഴ്സ് വ്യത്യസ്തമാവുന്നത്? എന്താണ് ട്രഷർ കോഴ്സിനത്തെ പ്രത്യേകത? ഒരുപാട് കൊട്ടിഘോഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. നമുക്ക് അറിവിനും അപ്പുറത്തുള്ള അറിവാണ് ട്രഷർ കോഴ്സ് നൽകുന്നത്. അതുപോലെ തന്നെ അത് അന്തരാത്മാവിൽ പുനർജനിക്കാമെന്ന് പറയുന്നു. എന്തുവാണ് ഇങ്ങനെയൊക്കെ പറയുവാനുള്ള കാരണം? ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലൂടെ കടന്നു പോവുകയും ജീവിതത്തെ അടിമുടി മാറ്റുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇതിന്റെ പൊരുൾ എന്നതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമാണ്, അല്ലെങ്കിൽ അത് അറിയുവാനുള്ള ഒരു താല്പര്യമാണ് നിങ്ങളെയൊക്കെ എൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പോ ഞാന് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, ഒരുപാട് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മാത്രമുള്ള ഒരു ആഹ്ലാദമല്ല, നിങ്ങളെയും ചേർത്താ ഞാൻ ഈ പറയുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ഒരു അസ്തിത്വമില്ല. നിങ്ങളും ഞാനും ഒരുമിച്ചാണ് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ നേട്ടങ്ങളിലും നിങ്ങളും കൂടി പങ്കാളിയാകുന്നു, അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിന്റെ എന്താ പറയുക, നേതൃത്വത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നല്ലവരായ നിങ്ങളെയും നമ്മൾ ഒരുമിച്ച് പറയുന്നു, ഇതൊരു മഹത്തരമായിട്ടുള്ള വിജയമാകുന്നു. അതിശക്തമായിട്ടുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന, ഏതൊരു ഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും ശരി, എത്ര പ്രശ്നങ്ങളും അതിസങ്കീർണമായ പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, അതിനെ മുഴുവനും പുഷ്പം പോലെ തരണം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള അതിശക്തമായ സന്ദേശം നൽകുന്ന ഒരു കോഴ്സാണ് ട്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ആഴത്തിൽ എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ട്രഷർ കോഴ്സ് മൂന്നാമത്തെ രണ്ടാമത്തെ ബാച്ചിലെങ്ങാനും പങ്കെടുത്ത, ഒന്നാണോ രണ്ടാണോ എനിക്ക് അത്ര ഉറപ്പില്ല, ഒരു ഫാമിലി ഉണ്ടായിരുന്നു. 20 വർഷമായി അവർ വിവാഹം കഴിഞ്ഞ് 20 വർഷമായി. ഇതൊരു മിറാക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം അല്ല കേട്ടോ. കാരണം വഴി തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. 20 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ല, ജീവിതത്തിലെല്ലാം ഉണ്ട്. പക്ഷേ ട്രഷർ കോഴ്സിന് ശേഷം ഏത് വഴിക്കാണ് തങ്ങൾ നീങ്ങേണ്ടത് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി. 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് എനിക്കൊരു വോയിസ് ഉണ്ടായിരുന്നു. അവർ ഇതിൽ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം, അവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വോയിസ് ഇട്ടിട്ട് 2 മാസമായി, ഒരു 2 ആഴ്ചയോളമായി. അതായത് 20 വർഷമായിട്ട് ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടായിട്ട് കൃത്യമായ ട്രീറ്റ്മെന്റ്, അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഒന്നും സുഖപ്പെടില്ല. നമ്മൾ ഈ അത്ഭുതങ്ങളെ പിന്നാലെ ഒന്നും പോകരുത്. പക്ഷേ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മനസ്സ് കാണിച്ചു തരണം ഇന്നതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കടങ്ങളിലും ബാധ്യതകളിലും പ്രശ്നങ്ങളും പ്രതിസന്ധിയിലും കുടുങ്ങിക്കിടക്കുന്നവൻ അവൻ്റെതായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിന്റെ ഓരോ ചുമരുകളും ബാധ്യതകൾ കൊണ്ടും കഷ്ടതകൾ കൊണ്ടും അന്ധകാരം കൊണ്ടും ഇരുട്ടുകൊണ്ടും നിറക്കപ്പെട്ട ഒരു വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്ധകാരം നിറഞ്ഞ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പുറത്തുള്ള ശോഭനമായ ഭാവി കാണാൻ പറ്റില്ല. അയാൾക്കത് കാണാൻ സാധ്യമല്ല. എന്നാൽ ഈ അന്ധകാരത്തിന്റെ ഭിത്തികളെല്ലാം തകർത്ത് തരിപ്പണമാക്കി, ഈ എല്ലാവിധ എന്താ പറയുക അജ്ഞതയുടെയും അറിവില്ലായ്മയുടെയും എല്ലാ ചുമരുകളും ഓരോ തൂണുകളും അടിച്ച് തകർത്ത് ആ വീട് തന്നെ അങ്ങ് പൊളിച്ചു കളഞ്ഞ്, അവൻ താമസിക്കുന്ന വീട് തന്നെ അങ്ങ് പൊളിച്ചു കളഞ്ഞ് ആ വീട്ടിൽ നിന്നും അവനെ പുറത്തോട്ട് കൊണ്ടുവന്ന് പുതിയ ഒരു വീട് അവന് വേണ്ടി സൃഷ്ടിക്കുമ്പോഴാകുന്നു അതിൽ നേരത്തെ ഉണ്ടായിരുന്ന അന്ധകാരത്തിന്റെ കല്ലുകളില്ല, അന്ധകാരത്തിന്റെ ഇഷ്ടികകളില്ല, അറിവില്ലായ്മയുടെ ഇഷ്ടികകളില്ല. അവിടെ പ്രതീക്ഷയുടെയും പ്രകാശത്തിന്റെയും, പ്രകാശം എന്ന് പറയുമ്പോൾ പ്രകാശം എന്നാൽ നമ്മൾ തുറന്നു, പിന്നെ നമുക്ക് ഒരു പരിധിയുമില്ല, എല്ലാം ഇവിടെ ഉണ്ട്. ആ രൂപത്തിലോട്ട് മാറ്റിയപ്പോഴാണ് കൃത്യമായിട്ടുള്ള
ഒരു തിരിച്ചറിവിലോട്ട് പോവുകയും ഇന്ന് ഇരട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായി അവർ മാറുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, അവർ ആരെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. ഞാൻ മൈക്ക് ഓണാക്കാം. അവർ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം. അവരുണ്ടോ സർ? ആരെങ്കിലും ഉണ്ടോ? അവര് ഷീബ ഇന്നലെ ഹോസ്പിറ്റലിലാണ്. ആ, അവരൊന്നും വന്നിട്ടില്ല അല്ലെ? എന്നാ സാറൊന്ന് പറയൂ, അതിന്റെ ഒരു അവസ്ഥ. സാറിന് നേരിട്ട് അറിയാവുന്ന കാര്യമാവുന്നു, ഒന്ന് പറഞ്ഞോളൂ. 20 വർഷത്തോളമായി ഈ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസത്തിലായിരുന്നു. നമ്മുടെ ട്രഷറിൽ പങ്കെടുക്കുകയും കൃത്യമായി വർക്കുകൾ ചെയ്തു പോയി. 2 ആഴ്ചയായി അവര് വിളിച്ച് സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം. അവര് ഇന്ന് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അതാണ് ഇതില് വോയിസിൽ വരാത്തത്. പിന്നെ അവര് സിസ്റ്റർ ബിന്ദു ഇലക്ഷൻ ഡ്യൂട്ടി ആയിട്ട് വീട്ടിൽ എത്താൻ വൈകും എന്ന് കൂടി അറിയിച്ചിരുന്നു. അതാണ് ഇന്ന് പങ്കെടുക്കാത്തത്. അവര് സിസ്റ്റർ ഒരു കോളേജ് പ്രൊഫസർ, ലെക്ചറാണോ പ്രൊഫസറാണോ? അസോസിയേറ്റ് പ്രൊഫസറാണെന്ന് തോന്നുന്നു അല്ലേ ബിന്ദു? അതെ അതുപോലെ അതെ ബിന്ദു. ഷീബയും ഒരു ഉന്നത ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാകുന്നു. രണ്ടുപേരും ഉദ്യോഗസ്ഥന്മാരാകുന്നു. അപ്പോ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നു? അതേപോലെ തന്നെ വേറെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. പറയുകയാണെങ്കിൽ 30 വർഷത്തോളമായി ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു അത്ഭുതങ്ങൾ കഥകൾ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല ഇത്. അങ്ങനെ ഈ അത്ഭുതങ്ങളുടെ പിന്നാലെ ഒന്നും ആരും പോവുകയും ചെയ്യരുത്. നമ്മുടെ മനസ്സ്, നിലവിലുള്ള മനസ്സിനെ അങ്ങ് തകർത്ത് കളയുമ്പോൾ, പുതിയ മനസ്സിനെ സൃഷ്ടിക്കുമ്പോൾ ഇതൊന്നും ഒരു അത്ഭുതമല്ല. മനസ്സിലായില്ലേ? 30 വർഷമായിട്ട് ഷുഗറിന്, 30 അതിലധികം വർഷമായിട്ട് ഷുഗറിന് മെഡിസിൻ കുടിക്കുകയും ഇൻസുലിൻ അടിക്കുകയും അതേപോലെ തന്നെ എന്താ പറയാ ശാരീരികമായി അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കത് പൂർണ്ണമായും സുഖപ്പെട്ടു. അതേപോലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരൻ പറഞ്ഞ ഒരു മധ്യവയസ്ക, 45-50 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ കാലുകളെല്ലാം എന്താ പറയാ നീര് പിടിച്ച് അസ്വസ്ഥമായ ഒരവസ്ഥ. അതായത് ജീവിതത്തിന് ഒരു പ്രതീക്ഷയുമില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഷുഗർ കൊണ്ടും പ്രഷർ കൊണ്ടും കൊളസ്ട്രോൾ കൊണ്ടും ശരീരം മുഴുവൻ രോഗം കൊണ്ട് നിറക്കപ്പെട്ട ഒരു മനുഷ്യൻ. അത് പരിപൂർണമായും സുഖപ്പെട്ടു. നീരുകൾ പോയി, ശരീരത്തിൽ എന്താ പറയാ വേദനകൾ മാറി, എന്താ പറയാ ഇൻസുലിൻ ഒഴിവാക്കി, എല്ലാം നോർമലോട്ട് വന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, വേണമെങ്കിൽ ഒരാൾക്ക് ഒന്ന് സംസാരിക്കാം. ഏതെങ്കിലും ഒരാൾക്കൊന്ന് സംസാരിക്കാം. ഞാൻ ഈ പറയുന്നതൊക്കെ അതിശയോക്തിയാകുന്നോ അല്ലയോ എന്ന്. കാരണം ഞാൻ അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ഇവിടെ പറയാം. ട്രഷർ ബാച്ചിൽ ആദ്യത്തെ ബാച്ചുകളിൽ ഞാൻ പറയുന്നത്, ആദ്യ ബാച്ചുകളിൽ 1, 2, 3, ഇപ്പൊ പുതിയ ബാച്ചിലെ ആൾക്കാരെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഈ പറയപ്പെട്ട എന്താ പറയാ ആളുകളൊക്കെ ആദ്യത്തെ 1, 2 ബാച്ചുകളൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ്. അവർ തന്നെ പറയുന്നു അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം മലർക്കെ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒരാൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ട്രഷറിൽ ഒരാൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഈ ക്ലാസ്സിൽ കിടക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് മൈക്ക് ഉണക്കാൻ സാധിക്കുമോ? ആ, യെസ്, സംസാരിക്കൂ. വേറെ ഉള്ളത് ശബ്ദങ്ങൾ ഒഴിവാക്കിയിട്ട് സംസാരിക്കൂ. നമുക്ക് ട്രഷറിന്റെ ഡീപ്പിലോട് കടക്കേണ്ടത്, എന്തുകൊണ്ട് ഈ മാറ്റം സംഭവിക്കുന്നു എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഞാൻ ബാധ്യസ്ഥനാകുന്നു. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് നൽകുന്നതിന് മുമ്പ് ഒന്ന് സംസാരിക്കാം. ഒരാൾ സംസാരിച്ചേ. ആളുകൾ ഏറിയ കുഴപ്പമാണല്ലേ? ആളുകൾ പറയുന്ന വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ജോസഫ് സുനിൽ സാറെ കാണുന്നത്, സംസാരിച്ചേ. ഞാൻ ഈ പറയുന്നത്, അതായത് സാർ ആദ്യ ബാച്ചിലുള്ള ആളാണ്. പുതിയ 5ലോ 6ലോ ഉള്ള ആളല്ല. 1, 2 ആദ്യത്തെ ബാച്ച് 2 വർഷത്തോളം കഴിഞ്ഞു. ഒന്ന് സംസാരിച്ചേ സുനിൽ സാർ. ഞാൻ 3ാമത്തെ ബാച്ചിലായിരുന്നു ട്രഷർ കോഴ്സ് ചെയ്തിരുന്നത്. എനിക്ക് ലൈഫിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടായിരുന്നു ട്രഷർ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ലാൻഡിൻ്റെ പോക്കുവരവ് നടക്കുന്നുണ്ടായിരുന്നില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷത്തോളമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫയൽ അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുമായിരുന്നു അവിടെ. പക്ഷെ ഞാൻ ഈ ട്രഷറൽ കോഴ്സിലൊക്കെ പങ്കെടുക്കുകയും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലേക്കൊരു എനർജി ഇങ്ങനെ വരികയാണ്. അത് നടക്കും, കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു രീതിയിൽ.
അങ്ങനെ ഞാൻ അവരെ അധികാരികളെയൊക്കെ വീണ്ടും സമീപിച്ചു. വില്ലേജ് ഓഫീസറെ, അതുപോലെ തന്നെ തഹസീൽദാരെ, ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ, അവരിൽ നിന്നെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഏതാണ്ട് ഒരു 2-3 മാസം അതിന്റെ പുറകെ നടക്കേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും അതെല്ലാം ക്ലിയർ ആയി, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ആ പോക്കുവരവിന്റെ എല്ലാ പേപ്പറുകളൊക്കെ റെഡിയായി. അതൊരു എൻ്റെ ലൈഫിൽ ഉണ്ടായ വളരെയധികം ഒരു വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. പല അസുഖങ്ങളും ഒക്കെ ഇങ്ങനെ കുറെ അതിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ ഒത്തിരി നേട്ടങ്ങൾ എനിക്ക് ട്രഷർ കോഴ്സ് വഴി നേടാൻ സാധിച്ചു. ടോക്കിന്റെ വേദന മാറിയില്ലേ? നിങ്ങൾ ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? സംസാരത്തിന്റെ ശൈലി മാറി, വ്യക്തിത്വം മാറി, എല്ലാം മാറിയില്ലേ? അതെ 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 ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ആരോഗ്യം കുറെ കൂടെ ബെറ്ററായി. അങ്ങനെ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരി, അപ്പൊ ഞാൻ ഇനി നമുക്ക് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയാനുണ്ടാവും, 100 കണക്കിന് ആൾക്കാർ പറയാനുണ്ടാവും. അവരോടൊക്കെ നമുക്ക് വേണമെങ്കിൽ അവസാനം സംസാരിപ്പിക്കാം. ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറയാൻ കാരണം, മഹാഭൂരിപക്ഷം ആൾക്കാർക്കും ഈ സത്യം അറിയില്ല. ഏത് സത്യം അറിയില്ല? ഇങ്ങനെ ഒരു ലോകം ഇരിക്കുന്നു എന്ന സത്യം അറിയില്ല. അതായത് എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഉച്ചൈസ്തരം പറയുന്നു, അറിവിനും അപ്പുറമുള്ള ഈ അറിവ് നിങ്ങൾ തിരിച്ചറിയുക. അതായത് ഓരോ മനുഷ്യനും കെണിയിൽ കുടുങ്ങിക്കിടക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ കെണിയിലല്ല. അവന് ഇന്നാളൊന്ന് അവനെ പറ്റിച്ചത് കൊണ്ടോ, ഇന്നാളവൻ കല്യാണം കഴിച്ചത് കൊണ്ടോ, ഇന്ന സർക്കംചാൻസസിന്റെ, ഇന്ന സാഹചര്യത്തിന്റെ, ഗവൺമെന്റിന്റെ, ചുറ്റുപാടിന്റെ ഒന്നും ട്രാപ്പിലല്ല ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നത്. കടബാധ്യതയുടെ ട്രാപ്പിലല്ല കുടുങ്ങിക്കിടക്കുന്നത്. ഓരോ മനുഷ്യനും കുടുങ്ങിക്കിടക്കുന്ന ട്രാപ്പ് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിന്റെ ട്രാപ്പിലാകുന്നു. ഓരോ മനുഷ്യനും കുടുങ്ങിക്കിടക്കുന്നത് അവൻ തന്നെ ഉണ്ടാക്കിയ, അവൻ സ്വയമായി ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളുടെ, അതുപോലെ തന്നെ ഒത്തിരി എന്താ പറയുക, അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസിന്റെ ഒക്കെ പാർട്ടായിട്ട് അവൻ തന്നെ ഉണ്ടാക്കിയ അവന്റെ മനസ്സിന്റെ തടവറയിലാകുന്നു, അതിന്റെ കെണിയിലാകുന്നു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഒരു മനസ്സിൻ എന്ന് പറയുന്ന ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീട് എല്ലാ ദിവസവും അവൻ വ്യത്യസ്ത ചിന്തകൾ കൊണ്ട് അലങ്കരിച്ച്, വ്യത്യസ്ത മെമ്മറികൾ കൊണ്ട് അവൻ അലങ്കരിച്ച്, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ കൊണ്ട് അവൻ അതിനെ സുസ്ഥിരമാക്കി ലൈവാക്കി നിർത്തി, ആ വീടിനെ പെയിന്റ് അടിച്ച് മോടിക്കൂട്ടി, ആ വീട്ടിൽ തന്നെ അവൻ താമസിച്ച് ആ വീട്ടിലെ തടവുകാരനായി, ആ വീട്ടിലെ ഒരു തടവുകാരനായി അവൻ താമസിക്കുന്നു എന്നതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന്റെ വീടാകുന്ന അവന്റെ ആ മനസ്സ് അവനോട് ശബ്ദമിടുന്നു. മനസ്സ് ഒരിക്കലും, അവന്റെ വീടാകുന്ന ആ മനസ്സ് ഒരിക്കലും ശാന്തമല്ല, സ്വസ്ഥമല്ല. എപ്പോഴും അത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും അത് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഭ്രാന്തന്മാരായ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ അവരിങ്ങനെ പുലമ്പുന്നത് കേൾക്കാം. അവരിങ്ങനെ പുലമ്പുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുവാണ് ഇവർ ഈ പറയുന്നത്? ഒരു വേള പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണടച്ച് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ഓരോ സെക്കൻഡിലും 3 മുതൽ ചിന്തകൾ, അല്ലെങ്കിൽ സംസാരം ഉച്ചത്തിൽ നിങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർ മൊത്തം കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഭ്രാന്തൻ എങ്ങനെയാണോ പുലമ്പുന്നത്, അതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്നും നമ്മുടെ മനസ്സിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പുലമ്പിക്കൊണ്ടിരിക്കുന്ന, ഈ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അന്തരാത്മാവ്, ഇത് മനസ്സിന്റെ തടവറയിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഒരിക്കലും ഈ സംസാരം നിർത്തുവാനോ, ഈ വീടിന്റെ ഇപ്പോഴുള്ള ഈ വീടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുവാനോ ഇവന് സാധിക്കാത്തത് കൊണ്ടാണ് ഇവൻ ഈ തടവറയിൽ ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശബ്ദങ്ങളെല്ലാം നിലക്കുമ്പോഴാകുന്നു, മനസ്സ് ഓരിയിടുന്ന, ഒച്ചപ്പാടുണ്ടാക്കുന്ന ഈ ശബ്ദങ്ങളെല്ലാം നിലക്കുമ്പോഴാകുന്നു അവന്റെ ട്രഷറിനെ കണ്ടെത്തുക, അവന്റെ ഉള്ളിലെ അന്തരാത്മാവിനെ കണ്ടെത്തുക. അതിനോടെത്തുമ്പോഴാണ് അവന്റെ അന്തരാത്മാവിൽ പുനർജനിക്കുക.
മനസ്സിലായില്ലേ? പക്ഷെ ആൾക്കാർ ഓരോ മൊമെന്റിലും അവന്റെ തന്നെ വ്യത്യസ്ത ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത തോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അവർക്കൊരിക്കലും മനസ്സിലാവുന്നില്ല, ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ നിൽക്കുമ്പോൾ എന്റെ ഉള്ളിൽ നിന്നും എന്റെ അന്തരാത്മാവ് പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാകുന്നു ഈ ഒച്ചപ്പാടിന്റെയും ബഹളത്തിന്റെയും കാൽക്കുലേഷന്റെയും ഈ ടെൻഷന്റെയും സ്ട്രെസ്സിന്റെയും ഒരാവശ്യവുമില്ലാതെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇങ്ങോട്ട് വരുന്ന അവസ്ഥയിലോട്ട് നിങ്ങൾക്ക് മാറുവാൻ സാധ്യമാണ് എന്ന് ഇവൻ തിരിച്ചറിയുന്നില്ല. മനസ്സിലായോ? അങ്ങനെ അവനായിട്ട് ഉണ്ടാക്കിയ മനസ്സിന്റെ തടവറയിലെ ഒരു ജയിലാളിയായി അവൻ ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ശരിക്കും മനസ്സിലാക്കണം? എന്തുകൊണ്ടാണ് ഈ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ 100 കൂട്ടം ചിന്തകൾ? ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് അയാളുടെ ചിന്തകളുടെ ആധിക്യം അയാളുടെ ബുദ്ധിശക്തിയുടെ തെളിവാണെന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരെ ലൈഫ് എടുത്തു നോക്കിയാൽ മതി, അവർക്കെല്ലാം കൊളായിരിക്കും. അപ്പോ എന്തുകൊണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾക്കിങ്ങനെ നിരന്തരമായി ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു? അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ട്രഷറിനെ, നമ്മുടെ ഉള്ളിലെ നിധിയെ അത് നിധിയായിട്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് സർവ്വ ഐശ്വര്യ സമ്പൂർണതയോടുകൂടി ജീവിക്കുന്നതിന് പകരം അതിനെ മലിനമാക്കി ഉത്കണ്ഠയിലും സ്ട്രെസ്സിലുമായിട്ട് ജീവിക്കുവാൻ ഒരു മനുഷ്യൻ ഈ ദുര്യോഗം ഉണ്ടാകുവാനുള്ള കാരണം എന്താകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ പ്രിയപ്പെട്ടവരെ. അതിന് പ്രധാനമായ കാരണം ഒരൊറ്റ കാര്യമാകുന്നു. മനുഷ്യരെല്ലാവരും അവന്റെ തലയിലാണ് ജീവിക്കുന്നത്. അവന്റെ തലയിലാകുന്നു, ബ്രെയിനിലാകുന്നു ജീവിക്കുന്നത്. അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ മനസ്സാകുന്നു. അങ്ങനെ ഒരു അഡിക്ഷനിലോട്ട് മനുഷ്യൻ പോയി. മനസ്സിലായോ? കാരണം സ്ഥിരമായിട്ട് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പ്ലാനിങ്ങുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള കമ്പയറിങ്ങുകൾ, ഓർമ്മകള്, ചിന്തകള്, വെറീസ്, ഇവാലുവേഷൻ. എന്റെ സ്ഥാനപാഠം കുറഞ്ഞോ കൂടിയോ? അവരിപ്പോ എന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഈ സ്ഥലത്ത് ഇപ്പൊ എന്റെ പൊസിഷൻ ഇപ്പൊ എന്താകുന്നു? മനസ്സിലായോ? അപ്പോ ഈ രൂപത്തിൽ മനുഷ്യൻ അവന്റെ തലയെ അമിതമായി ഉപയോഗിച്ച് അവന്റെ മനസ്സിന്റെ അടിമയായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള, ഞാൻ ഒരിക്കൽ ഒരു വർക്ക്ഷോപ്പായി നടത്തിയിട്ടുണ്ടായിരുന്നു. അതല്ല അപ്പൊ ട്രഷറിൽ ലയിപ്പിച്ചു, കാരണം ഓരോന്നായി ചെയ്യാൻ സമയമില്ലാതെ. മനസ്സിലായില്ലേ? അപ്പോ സത്യത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ അടിമയാവുകയും നമ്മൾ അതിന്റെ ഒരു വേലക്കാരനായി മാറുകയും ചെയ്തു. അതുകൊണ്ടാണ് സത്യമറിയാതെ മനുഷ്യൻ ഈ തടവറയിൽ കടന്നുകൊണ്ട് നരകയാതന അനുഭവിക്കുന്നത്. ഒരു പ്രശ്നവും നമുക്കില്ലെങ്കിലും, നമുക്കിപ്പോ ഉദാഹരണമായിട്ട് എല്ലാം ഓക്കെയാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും മനസ്സിന് എന്തോ പോരായിക, എന്തോ തന്നെ ഇങ്ങനെ പിന്തുടരുന്നു എന്നൊരു തോന്നൽ. മനസ്സിലായില്ലേ? ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത്. പ്രശ്നമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ അത് കൂട്ടത്തോടെ വരുന്നു. എപ്പോഴും കാണാത്ത ഒരു ശത്രു നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരമായി നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ബോധ്യപ്പെടുത്തി ആ ശത്രുവിനെതിരായിട്ട്, ഇല്ലാത്ത ശത്രുവിനെതിരായിട്ട് നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഈ യുദ്ധത്തിലാകുന്നു, ഉണർന്ന ഉടനെയും ഈ യുദ്ധത്തിലാകുന്നു, നമ്മൾ പ്രയർ ചെയ്യുമ്പോഴും ഈ യുദ്ധത്തിലാകുന്നു. എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഒരു നോർമലായ കാര്യമാകുന്നു, ഇത് തന്നെയാണ് എല്ലാവരുടെയും കഥ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ പറയുന്നത് സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഇതല്ലേ ഒട്ടുമിക്ക മനുഷ്യരുടെയും ജീവിതത്തിന്റെ അവസ്ഥ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഒന്ന് ടൈപ്പ് ചെയ്ത്. ഞാൻ പറയുന്നത് സത്യമല്ലേ? പ്ലീസ് ടൈപ്പ്. നിങ്ങൾ കുറച്ച് കേൾക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു എന്താ പറയാ, ഒരു തരം സോഷ്യൽ ഹിപ്നോട്ടിസമായി മാറിയിരിക്കുന്നു. ഇങ്ങനെ യുദ്ധം ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവുമായിട്ടുള്ള കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധവും ഇല്ലാതെ ആയിരിക്കുന്നു.
ഓരോ മനുഷ്യരും, യെസ്, വളരെ സന്തോഷം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, വലിയ സന്തോഷം. യൂട്യൂബിൽ കാണുന്ന ആൾക്കാരും ടൈപ്പ് ചെയ്യണം. മനസ്സിലായി? ഓരോ മനുഷ്യരും ജനിക്കുന്നത് ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു ആൻസൈറ്റിയും ഇല്ലാതെ, ഒരു ഉത്കണ്ഠയും ഇല്ലാതെ, വളരെ ശാന്തമായിട്ട്. ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കൂ, ആ കുഞ്ഞിന് ഒരു ആധിയില്ല, വ്യാധിയില്ല, ഒന്നുമില്ല. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് അവന്റെ മാതാപിതാക്കൾ ആദിയും വ്യാധിയും നിറച്ച് 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 അവസാനം ഈ കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവന്റെ ഉള്ളിലുള്ള അന്തരാത്മാവിനെ, അവന്റെ ഉള്ളിലെ ഈ ട്രഷറിനെ അവന്റെ ശത്രുവായി കണ്ടുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. സത്യത്തിൽ അവന്റെ ഉള്ളിലുള്ള ഈ ശാന്തമായ സ്വരൂപമാകുന്നു, ഈ ശാന്തമായ ആത്മീയതയാകുന്നു, ഈ സ്പിരിച്വാലിറ്റി ആകുന്നു ഇവന്റെ വീട്. പക്ഷേ ഈ ഒരു ശാന്തിയിൽ ജനിച്ച, ഈ ഒരു സുഖത്തിൽ ജനിച്ച, ഈ ഒരു സമാധാനത്തിൽ ജനിച്ച ഈ കുഞ്ഞിനെ, ഈ സമാധാനവും ഈ സ്പിരിച്വാലിറ്റിയും ഈ ശാന്തിയും ഈ സൈലൻസും എല്ലാം അവന്റെ ശത്രുവായിട്ട് സമൂഹം അവനെ വളർത്തിക്കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ അവന്റെ വീട് എന്ന് പറയുന്നത് ഈ ശാന്തിയാകുന്നു, ആനന്ദമാകുന്നു, സന്തോഷമാകുന്നു, ജോയ്ഫുൾ ആകുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഈ സത്യത്തെ മറിച്ചുകൊണ്ട്, ഈ സത്യം ഇതാണ് തന്റെ വീട് എന്ന് മനസ്സിലാക്കാതെ, തലച്ചോറിന്റെ അടിമയായി അമിതമായ ചിന്തകളും കാഴ്ചപ്പാടുകളും തെറ്റായ നോളജും വെച്ചുകൊണ്ട് ഓരോ മനുഷ്യൻ മനസ്സിന്റെ കെണിയിൽ കുടുങ്ങി കിടക്കുന്നതാകുന്നു. എന്റെ സഹോദരന്മാര്, എത്ര പച്ചയായ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ എക്കോർട്ട് ടൊള്ളയുടെ ദി പവർ ഓഫ് നൗ എന്നൊരു പുസ്തകമുണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ അതൊന്ന് വായിച്ചു നോക്കണം. മനസ്സിലായില്ലേ? അതില് ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ നയിക്കപ്പെടേണ്ടത് നമ്മുടെ അന്തരാത്മാവിലാകുന്നു. നമ്മുടെ അന്തരാത്മാവിലൂടെയാകുന്നു, അന്തരാത്മാവാകുന്നു നമ്മളെ നയിക്കേണ്ടത്. അതാകുന്നു നമ്മൾ. നമ്മൾ ഈ കയ്യോ കാലോ കണ്ണോ മൂക്കോ മുഖമോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ അന്തരാത്മാവാകുന്നു. അത് നമ്മളെ നയിക്കുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ പോകണം. ഇപ്പോൾ നമ്മളെ നയിക്കുന്നത് അതല്ല, അതിനെ നമ്മുടെ മനസ്സ്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാറേ, നിങ്ങൾ ഈ മനസ്സിനെ കുറ്റം പറയുന്നു, മനസ്സ് ശരിയല്ലേ? മനസ്സിനെ കുറിച്ച് എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? മനസ്സിനെ കുറിച്ച് പറയാൻ കാരണം, മനസ്സ് ഒരിക്കലും സത്യത്തിൽ നിൽക്കുവാൻ മനസ്സിന് കഴിയില്ല. മനസ്സ് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. നിങ്ങളോടൊരു 10 മിനിറ്റ് ഈ നിമിഷത്തിലോട്ട് മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ 10 മിനിറ്റ് പോയിട്ട് 10 സെക്കൻഡ് ആകുമ്പോഴേക്കും മനസ്സ് കൂട്ടിക്കൊണ്ടുപോകും, വ്യത്യസ്ത രൂപത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഈ കൂട്ടിക്കൊണ്ടുപോകുന്നതെല്ലാം ഒന്നുകിൽ കഴിഞ്ഞു പോയ കാലത്തിലോട്ടായിരിക്കും, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന സ്വപ്നലോകത്തിലോട്ടായിരിക്കും. ഒരിക്കലും ഈ നിമിഷം എന്ന് പറയുന്ന സത്യമായിട്ടുള്ള, യാഥാർത്ഥ്യമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിലോട്ട് ഒരിക്കലും മനസ്സ് നമ്മളെ നയിക്കില്ല. എന്തുകൊണ്ട് നയിക്കില്ല? അങ്ങനെയെങ്ങാനും മനസ്സ് ഈ നിമിഷത്തിലോട്ട് ഒരു മനുഷ്യനെ നയിക്കുവാൻ, ഈ നിമിഷത്തിൽ നിൽക്കുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മനുഷ്യനെ അനുവദിച്ചു കൊടുത്താൽ പിന്നെ മനസ്സിന് ജോലിയില്ല. മനസ്സിലായില്ലേ? പിന്നെ മനസ്സിന് ജോലിയില്ല. മനസ്സിന് ജോലി ഇല്ലാണ്ടാവുമ്പോ അതിന്റെ അർത്ഥം എന്താ? മനസ്സിന് പ്രവർത്തിക്കുവാൻ സ്പേസ് ഇല്ല. തന്റെ വേക്കൻസി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വേക്കൻസി നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനസ്സ് തന്റെ മരണമാണ് കാണുന്നത്. ആരെങ്കിലും മരിക്കാൻ ആഗ്രഹിക്കുവോ? ആഗ്രഹിക്കില്ല. മനസ്സ് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സ് എപ്പോഴും ഒന്നുകിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ കൊത്തി വലിച്ചുകൊണ്ടിരിക്കും, ഒരു കുരങ്ങിനെ പോലെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കുരങ്ങിന്റെ കൈകളിലാകുന്നു മനുഷ്യരെ നമ്മൾ ഓരോരുത്തരും. ഒരു പരിധിയുമില്ല. അതാ ട്രഷർ കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു പരിധിയുമില്ല. ഇത് അതിശക്തമായ വിസരങ്ങൾ കൊണ്ടും അതിശക്തമായ നോളജുകൾ കൊണ്ടും അതിശക്തമായ പ്രകാശങ്ങൾ കൊണ്ടും നമ്മുടെ അന്തരാത്മാവിലോട്ട് സന്നിവേശിപ്പിച്ചതിന് ശേഷം ഈ ഒരു ട്രഷർ നമ്മിൽ നിന്നും ഉയർന്നു വരുവാൻ, നമ്മുടെ യജമാനായിട്ട് വരുവാൻ ഉള്ള പ്രാക്ടീസാണ് ട്രഷർ കോഴ്സുകളുടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, പ്രിയപ്പെട്ടവര്, എന്തുവാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനസ്സിന്റെ അടിമകളായിരിക്കുന്നു. എന്താ ചിന്തിക്കാം? എന്തുകൊണ്ട് ചിന്തയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല? കാരണം നമ്മുടെ കയ്യിൽ ആ സാധനം ഇല്ല. നമ്മളെ കയ്യിൽ നിയന്ത്രണമില്ല, അധികാരമില്ല. അധികാരം പുള്ളിക്കാരന്റെ കയ്യിലാകുന്നു.
മനസ്സിലായില്ല? അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നത്, ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാകുന്നു ട്രഷർ. അവനവന്റെ ഉള്ളിലുള്ള അന്തരാത്മാവിൽ പുനർജനിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പോഴാണ് ആത്മീയ പ്രവൃത്തി എന്നൊക്കെ പറയാ. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ പല പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കങ്ങൾ ആത്മീയതയുടെ പേരിൽ. അവിടെ ആത്മീയതയുടെ പേരിലല്ല, അത് മനസ്സുകൾ തമ്മിലുള്ള കളിയാകുന്നു, ബ്രെയിൻ തമ്മിലുള്ള കളിയാകുന്നു, അസത്യങ്ങൾ തമ്മിലുള്ള കളിയാകുന്നു. എവിടെ നിങ്ങൾക്ക് വിഭാഗീയത കാണുന്നോ, ദൈവത്തിന്റെ പേരിലാവട്ടെ, ഏതൊന്നിന്റെ പേരിലാവട്ടെ, ഏറ്റവും കൂടുതൽ വിഭാഗീയത നടക്കുന്നത് ദൈവത്തിന്റെ പേരിലാകുന്നു. അവിടെ ഈ വിഭാഗീയത ഉണ്ടാക്കുന്നതെല്ലാം ഈ പൈശാചികതയാകുന്നു എന്ന സത്യം തിരിച്ചറിയുക. ഈ പൈശാചികത എന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്ന് വരുന്നതല്ല, ഇവൻ തന്നെ ഉണ്ടാക്കി വെച്ച തെറ്റായ ചിന്തകളും തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ അറിവുകളും വെച്ച് ഇവൻ ഉണ്ടാക്കിയ ഇവന്റെ ആ തെറ്റായ വീട്ടിൽ, ഈ ഭൂതഭവനത്തിൽ, ഈ പ്രേതഭവനത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും പ്രേതാത്മാക്കളാണെന്ന രൂപത്തിൽ ഇവൻ ആക്രോശിക്കുന്നു. ഇത് ആത്മീയത പേരിലാക്കുന്നു എന്ന് പറയുന്നത് ലജ്ജാകരമാകുന്നു. ആത്മീയത എന്ന് പറയുന്നത് ഇതൊക്കെ അവസാനിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്നതാകുന്നു സ്പിരിച്വാലിറ്റി. മനസ്സിലായില്ലേ? ഒച്ചയും ബഹളവും ഒക്കെ അടങ്ങുമ്പോഴാണ് യഥാർത്ഥം നമ്മൾ വരിക. ഇവര് ആത്മീയതയുടെ പേരിൽ ചെയ്യുന്നത് മുഴുവൻ ഒച്ചയും ബഹളവും. അപ്പൊ അവിടെ യഥാർത്ഥത്തിലുള്ള ദൈവമാണോ പിശാചാണോ പ്രവർത്തിക്കുന്നത്? മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് ടൈപ്പ് ചെയ്ത്. ഈ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗീയതയും പ്രശ്നങ്ങളും അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് പിശാചാണോ ദൈവമാണോ? പിശാചാണെങ്കിൽ പി, ദൈവമാണെങ്കിൽ ഡി. ഒന്ന് ടൈപ്പ് ചെയ്ത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഏറ്റവും വലിയ അറിവ് ഈ പൈശാചികതയിൽ നിന്നും ഡിവിനിറ്റിയിലോട്ട് മനുഷ്യൻ തിരിച്ചു പോവുക എന്നതാകുന്നു. ഇതൊരു ടെക്നിക്കലല്ല, ഇതൊരു ഏകദേശം ഒരു ടെക്നിക്ക് പറഞ്ഞത് കൊണ്ടോ ഇതൊരു സൂത്രവാക്യമൊന്നും അല്ല. ഇത് ബൈ പ്രാക്ടീസ് നമ്മൾ അങ്ങോട്ടേക്ക് മാറേണ്ടതാകുന്നു. ആഴത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഞാൻ എൻ്റെ മനസ്സല്ല, യു ആർ നോട്ട് യുവർ മൈൻഡ്. ഈ മനസ്സെന്ന് പറഞ്ഞ ഒരു മെഷീൻ ആകുന്നു. ഈ മനസ്സിന് അന്തരാത്മാവിന്റെ ഒരു ഉപകരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ അന്തരാത്മാവിന്റെ ഒരു ഉപകരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ പറയുമ്പോഴും പലർക്കും നമ്മൾ കേട്ട കഥകളും നമ്മൾ കേട്ട സംഭവങ്ങളും ഈ കഥകളും ഈ കാര്യങ്ങളൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. ഒരു കാര്യം ഒരു ഫോമിലും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിലാക്കുന്നു നിലനിൽക്കുന്നത്. ബ്രെയിൻ ഒരു അടി കൊണ്ടാൽ ഈ കഥകളുണ്ടോ നമ്മളുണ്ടോ ഒന്നുമില്ല. മനസ്സിലായില്ല? അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു മെഷീൻ മാത്രമാകുന്നു. ഈ മെഷീന്റെ ഡ്യൂട്ടി ചിന്തിക്കുക എന്നതാകുന്നു. ഈ മെഷീന്റെ ഡ്യൂട്ടി നിരീക്ഷിക്കുക, അല്ലെ എന്താ പറയാ, വിശകലനം ചെയ്യുക എന്നതാകുന്നു. ഈ മെഷീന്റെ ഡ്യൂട്ടി ഓരോന്ന് വ്യാഖ്യാനം കണ്ടെത്തുക എന്നതാകുന്നു. അതിനെ നമ്മുടെ അന്തരാത്മാവിന്റെ അടിമയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അന്തരാത്മാവിന് കീഴൊതുങ്ങിക്കൊണ്ട് ഈ മനസ്സിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ മനസ്സ് നേരത്തെ പറഞ്ഞ ഒരു ആത്മീയ പ്രവൃത്തിയായിട്ട്, ഒരു ആത്മീയ ജീവിയായിട്ട് മാറും. അതാണ് നമ്മൾ അന്തരാത്മാവിൽ പുനർജനിക്കണം. ഇതിന് അറിവ് പോരാ, അറിവിനും അപ്പുറം വേണം. ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കേവലം അറിവ് മതിയോ? ഇത് അറിവിനും അപ്പുറത്തോട്ട് പോകുന്ന കാര്യങ്ങളല്ലേ? പ്ലീസ് ടൈപ്പ്. നിങ്ങളെ കൊണ്ട് കുറച്ച് പണിയെടുപ്പിക്കണം. ഇത് അറിവിനും അപ്പുറത്തോട്ട് പോകുന്ന കാര്യങ്ങളല്ലേ? പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്ത്. അപ്പോ അത് ഞാൻ ടൈപ്പ് ചെയ്യാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരുത്തൻ ഇത് കാര്യം മനസ്സിലാക്കിയാൽ, ഞാൻ ഈ മനസ്സല്ലെന്നും മനസ്സിന് അപ്പുറത്താണ് സത്യമെന്നും, എൻ്റെ മനസ്സ് ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഉള്ളിലെ ട്രഷറിനെ കെടുത്തിക്കളയുന്നതെന്നും ഒരുത്തൻ തിരിച്ചറിഞ്ഞാൽ അയാളുടെ യഥാർത്ഥത്തിലുള്ള അയാളുടെ വീടിന്റെ കവാടത്തിൽ അയാൾ എത്തി എന്നതിനർത്ഥം. അപ്പൊ അയാൾക്ക് മനസ്സിലാവും ഈ കൊടുങ്കാറ്റിനെ ഒന്നും ഒച്ച വെച്ചുകൊണ്ട് നിർത്താൻ പറ്റുന്ന കാര്യമല്ല എന്ന് അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ അയാളുടെ അന്തരാത്മാവിലോട്ട് അയാൾ പ്രവേശിക്കുവാനും അയാൾക്ക് പൂർണ്ണമായിട്ടും, ഇപ്പൊ നേരത്തെ അച്ചടക്കം എന്ന പേരിൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, ചിന്തകൾ ഒഴിവാക്കാനൊക്കെ ചിന്തിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പം അതൊക്കെ തന്നെ എന്താ പറയാ, പിടിച്ചു വെച്ചതാണ്. സ്പ്രിങ്ങിനെ പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ കൈ കുഴക്കുമ്പോ സ്പ്രിങ് പുറത്തോട്ട് വരുന്ന പോലെ അച്ചടക്കം എന്ന പേരിൽ പിടിച്ചു വെച്ചതൊക്കെ പുറത്തോട്ട് പോകും. പക്ഷെ അതല്ല ഇത്. ബൈ പ്രാക്ടീസ് ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഈ ഒരു സത്യത്തിലോട്ട് കടക്കുമ്പോഴാകുന്നു
നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ വീടിന്റെ ഭവനത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുക, ഞാൻ മനസ്സല്ല എന്ന് തിരിച്ചറിവിലോട്ട് വരിക. അതുകൊണ്ട് ഒറ്റ കാര്യം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും ഗൗരവപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ പഠിച്ചിട്ടും ശരിയാണ് സാർ, ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, പലരും പറയുന്നുണ്ട് നമ്മൾ മനസ്സിന്റെ കെണിയിലാണ്, ഇതിന് രക്ഷപ്പെടണം എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സാർ, എനിക്കൊരിക്കലും നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ മനസ്സിനപ്പുറത്തോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് പലരും കംപ്ലൈന്റ് പറയാറുണ്ട്. അതിന് പ്രധാനമായ ഒരു കാരണം, മനസ്സിപ്പോഴും ഇങ്ങനെ ഒച്ച വെച്ച് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുവാനുള്ള കാരണം, നമ്മുടെ അകത്ത്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ട്രഷർ ബാച്ചിലൊക്കെ പലപ്പോഴും ഞാൻ ഓരോ വോയിസ് ഇട്ട് അവരൊക്കെ ഇങ്ങനെ ഓരോ ഉണർത്തിക്കൊണ്ടിരിക്കും. അതായത് വ്യക്തികളുടെ ഉള്ളിൽ ഉള്ള മുറിവുകളാകുന്നു, കഴിഞ്ഞു പോയ കാലത്തുള്ള മുറിവുകളാകുന്നു, വേവാതെ കിടക്കുന്ന അനുഭവങ്ങളാകുന്നു. പല ആഹ്ലാദങ്ങളും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ സൈലന്റ് ആക്കാൻ ശ്രമിച്ചത് സൈലന്റ് ആവില്ല. മനസ്സ് ഈ ആഹ്ലാദത്തിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. മനസ്സിലായില്ലേ? ഈ നമ്മൾ പോലും അറിയില്ല. പലരുടെയും ജീവിതത്തിലുള്ള ഇന്നർ ചൈൽഡ് ട്രോമാസ്, മുറിവുകൾ, ഇതിനെ സുഖപ്പെടുത്താതെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനോ നമ്മുടെ അന്തരാത്മാവിനോട് പോകുവാനോ ശ്രമിച്ചിട്ട് കാര്യമില്ല, നടക്കുന്ന കാര്യമല്ല. മനസ്സിലായോ? നമുക്ക് ഓർമ്മയില്ല എന്നത് ഒരു കാര്യമല്ല. നമ്മുടെ മനസ്സിന് ജോലി ചെയ്യുവാൻ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചു, കുറെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു, കുറെ അത് ചെയ്തു, ഇത് ചെയ്തു, താൽക്കാലികമായിട്ട് കുറച്ച് സമാധാനം കിട്ടും, താൽക്കാലികമായി സമാധാനം കിട്ടും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ മുറിവുകൾ ഉണ്ടെങ്കിൽ, ഈ മുറിവുകളില്ലാത്തൊരു മനുഷ്യനുള്ളത് എൻ്റെ ഉള്ളിലും എൻ്റെ ചെറിയ പ്രായത്തിലും ഇന്നർ ചൈൽഡ് വൂണ്ട് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ പുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, വനത്തിൽ തിരയുക എന്ന ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ ആ വിഷയം കൃത്യമായി എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല മുറിവുകളും ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. ഈ ഉണങ്ങാതെ കിടക്കുന്ന മുറിവിനെ കുറിച്ച് നമുക്കിപ്പോ ഓർമ്മയുണ്ടോ ഓർമ്മയില്ലേ എന്നൊന്നും ഒരു കൺസിഡറേഷനും ഇല്ല. പക്ഷെ ആ മുറിവുകൾ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സിന് യഥേഷ്ടം ഭക്ഷിക്കുവാനുള്ള ഫുഡ് കിട്ടി. മനസ്സിലായില്ലേ? കാരണം ഒരു 10 മുറിവൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിന് കുശാലായി, മനസ്സ് ഒന്നുമല്ലെന്ന് അടുത്തതിലോട്ട്, അടുത്തതിലോട്ട് അത് ചാടി 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 കളിച്ച് അതിങ്ങനെ സുഖിച്ച് ഉല്ലസിച്ച് തടിച്ച് കൊഴുത്ത് നമ്മളെ നിയന്ത്രിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ ഒരു ഭീമാകാരനായിട്ട് നമുക്ക് മുമ്പിൽ നമ്മുടെ മനസ്സ്, തെറ്റായ ഫേക്കായ നമ്മുടെ മനസ്സ് താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ചെറിയ കാര്യമാണോ? അതുകൊണ്ടാണ് ഈ ട്രഷർ കോഴ്സ് നമ്മൾ EFT ഉൾപ്പെടുത്തിയത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ, അതായത് 5ഓളം ഓഫറിംഗ്, നേർക്കും നേരെ, മുഖത്തോട് മുഖം, അവിടെ വന്ന് നേർക്കും നേരെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് EFTയുടെ ബേസ്, അഡ്വാൻസ്, മാസ്റ്റർ, ഇതൊക്കെ പങ്കെടുത്തതിനു ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാണാതെ കിടക്കുന്ന എല്ലാ മുറിവുകളും എല്ലാം ഉണങ്ങി, നമ്മുടെ മനസ്സിന്റെ ഈ ശബ്ദം വെക്കൽ, ഒച്ചവെക്കൽ, അതിന്റെ ശബ്ദം വെക്കലൊക്കെ ഒന്ന് അടങ്ങി നമ്മുടെ അന്തരാത്മാവ് പൂർണ്ണമായിട്ടും ഉണരുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. ട്രഷർ കോഴ്സ് കഴിയുമ്പോഴേക്കും അങ്ങനെ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുന്നത് സംഭവിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വിഷ്വലൈസേഷൻ നടത്തണം. അല്ലാതെ ആയിരക്കണക്കിന് മുറിവുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് വേദനയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രക്തവും ജലവും ഒഴിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അയാൾ പറയാ എനിക്ക് വേദനയൊന്നുമില്ല. ആര് പറഞ്ഞു വേദനയില്ല? അതിനെ മുഴുവൻ സുഖപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോഴേ നമ്മൾ നമ്മുടെ അന്തരാത്മാവിൽ എത്തുകയുള്ളൂ. മനസ്സിലായി? ഒരാൾക്ക് ഇതിനെ സുഖപ്പെടുത്തി നേരത്തെ പറഞ്ഞ പോലെ തന്റെ ഉള്ളിലെ ട്രഷറിനെ ടച്ച് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ അയാൾ എല്ലാ വിജയത്തിന്റെയും താക്കോൽ അയാളുടെ കയ്യിലാകും. അയാൾക്ക് ജീവിതം മുഴുവനും മാറും. അതാ എന്തുകൊണ്ട് മാറി. ഇപ്പൊ ഞാനിവിടെ പറയാൻ നോക്കുകയാണെങ്കിൽ 100 കണക്കിന് ആളുകൾ ഉണ്ടാവും ട്രഷർ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇവിടെ പറയാൻ. എന്തുകൊണ്ട് 20 വർഷമായിട്ട് ഒരു വഴിയുമില്ല. ഇനി തങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ഇനി എന്തുവാ ചെയ്യാത്ത ചികിത്സയില്ല, കാണാത്ത വൈദ്യരില്ല, കുടിക്കാത്ത മരുന്നുകളില്ല, പോവാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല, എല്ലാം അടഞ്ഞു.
ഈ സമയത്താകുന്നു അവരുടെ അന്തരാത്മാവിൽ അവർ പുനർജനിച്ചപ്പോൾ അവർക്ക് പോവേണ്ട കൃത്യമായ റൂട്ട് കിട്ടി. പലിശ സഹിതം ഒന്നിന് പകരം 2 കുഞ്ഞുങ്ങളെ കിട്ടി. മനസ്സിലായില്ലേ? എല്ലാത്തിനും മാറ്റങ്ങൾ സംഭവിക്കും. ഓപ്പർച്യൂണിറ്റി, അവയർനെസ് വരും. ഇതുവരെ കാണാതിരുന്ന അവസരങ്ങളൊക്കെ തന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒത്തിരി അവസരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കാണാതിരുന്നതായിരുന്നു. അതൊക്കെ കാണാൻ തുടങ്ങും. എല്ലാ പ്രോബ്ലംസും പതുക്കെ 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 ഇല്ലാണ്ടാകും. മനസ്സ് നമ്മുടെ മുമ്പിൽ ഇട്ടുതന്ന ഒരുപാട് കീറാമുട്ടികൾ, കടങ്ങൾ, ബാധ്യതകൾ, ഇതിനൊക്കെ തീർക്കുവാനുള്ള വഴികൾ, അതൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു വരും. നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന ഡോറുകളെല്ലാം മറ്റൊരു വിധത്തിൽ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടും. ഒരിക്കലും നടക്കില്ല. ഏതാണ്ടല്ലേ നേരത്തെ സുനിൽ സാർ പറഞ്ഞത്, ഒരു പതിറ്റാണ്ടിലധികമായി എല്ലാം ക്ലോസ് ചെയ്തു, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, സഹോദരങ്ങളുമായി പ്രശ്നത്തിലായി, ഇനി നടക്കില്ല. എങ്ങനെ നടക്കാൻ? അതാണ് 3 മാസം കൊണ്ട് പുഷ്പം പോലെ കോടിക്കണക്കിന് വിലയുള്ള പ്രോപ്പർട്ടിയാണ് തനിക്ക് തിരിച്ചു കിട്ടിയത്. ഇത് അത് മാത്രമൊന്നുമല്ല. കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് പ്രോഗ്രാമിൽ ഒരു ലേഡി പറഞ്ഞത്, അതിനെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് അറിയില്ല. അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രോപ്പർട്ടി തർക്കം, ഒരുപാട് ആൾക്കാർ ഇടപെട്ടു, ഒന്നും നടന്നില്ല. മന്ത്രിമാർ ഇടപെട്ടു, നടന്നില്ല. ഇപ്പൊ അതെല്ലാം നടന്നു. അവരുടെ കയ്യിൽ ആ പ്രോപ്പർട്ടി സേഫായി കിട്ടി. എത്ര സന്തോഷത്തോടു കൂടി വിളിച്ചു പറഞ്ഞു. അതായത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും സുഖമായിട്ട് മനോഹരമായി നടക്കുന്ന അവസ്ഥയോട് നമ്മൾ പോകാൻ കാരണം നമ്മൾ നമ്മുടെ അന്തരാത്മാവിൽ പുനർജനിക്കുന്നത് കൊണ്ടാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു വിത്ത് മീ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ക്യാൻ യു ഹിയർ വാട്ട് ഐ സേ? പ്ലീസ് റെസ്പോണ്ട്. വ്യക്തമല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ? പ്ലീസ് റെസ്പോണ്ട്. പ്ലീസ് റെസ്പോണ്ട്. വ്യക്തമല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ? ഇതെന്തുവാ ഇത്? എന്താ പറയാ, ഒരു അത്ഭുത വിദ്യയുമല്ല. മനസ്സിലായില്ല? ഒരാൾക്കൂടെ സംസാരിക്കാം. ട്രഷർ പങ്കെടുത്ത ഞാൻ ഇതിന്റെ ഡീപ്പിലോട്ട് കടക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ട്രഷറിന്റെ ഏതെങ്കിലും ബാച്ചിലുള്ള ഒരാൾ സംസാരിച്ചേ? ഇപ്പൊ എന്റെ മുമ്പിൽ ആരാണ്? ഞാൻ ആരെയും ഇപ്പൊ കാണുന്നില്ല. അസീസ് സാർ സംസാരിച്ചേ? അസീസ് സാർ, അബ്ദുൽ അസീസ്, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? സാറേ, അതായത് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈസിയായി നടക്കുന്നു. അതുപോലത്തെ വഴികൾ തെളിഞ്ഞു കിട്ടുന്നു. അസാധാരണമായ സമാധാനം ഉണ്ടാവുന്നു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സാർ? സംസാരിച്ച്. ഒരു തെറ്റില്ല സാറേ. കാരണം ഇത് സത്യം പറഞ്ഞാല് സാറേ, ഇതിപ്പോ നമ്മള് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവില്ല. ഇതൊരു അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ ട്രഷർ എന്താന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോ ട്രഷറിലെ 5ാമത്തെ ബാച്ചിലാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ മുമ്പ് ഇപ്പൊ ട്രഷറിൽ വരുന്ന ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്, അതുപോലെ കുറെ പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിനൊക്കെ ഒരുപാട് അറിവുകൾ നമ്മൾ നേടി, അറിവ് കിട്ടി. പക്ഷെ അത് കേവലം അറിവ് മാത്രമായിരുന്നു. ഇപ്പൊ ട്രഷറിൽ വരുമ്പോഴാണ് ഇതിന്റെ ഒരു അനുഭവം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ട് ഇതിന്റെ സാറിന്റെ ക്ലാസ് കേട്ട് കറക്റ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതൊരു നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മളെ തന്നെ നമ്മൾ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാണ്. അതിപ്പോ ഒരു പക്ഷേ നമ്മൾ പറയുമ്പോ ഞാനിത് പറയുമ്പോ അത് കേൾക്കുന്ന ആൾക്ക് ഇത് സത്യം ഒരു ഊഹാക്കാരൻ, കാരണം സത്യം എന്താന്നുള്ളത് ഇപ്പൊ അനുഭവിക്കാൻ മനസ്സിലാവുള്ളൂ, ട്രഷർ എന്താന്നുള്ളത്. ഇപ്പൊ ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇതിലിപ്പോ വരുന്നത് പലരും ഇപ്പൊ ഞാൻ മാത്രമേ ഒരു കൂടുതൽ ആൾക്കാരും വരുന്നത് ഇപ്പൊ പ്രതിസന്ധികൾ, അതായത് ഇപ്പൊ നമ്മളെ സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് പ്രതിസന്ധികൾക്ക് ഒരു സൊല്യൂഷൻ അന്വേഷണപ്പതിക്ക് വരുന്നത്. അപ്പൊ ഇതില് എനിക്ക് മനസ്സിലായത്, ഇപ്പൊ എനിക്ക് എന്റെ അനുഭവത്തിൽ മനസ്സിലായത്, ഇപ്പൊ നമ്മള് ഇതിപ്പോ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞപ്പോ നമ്മളെ മനസ്സിന്റെ, ഇപ്പൊ സാർ പറഞ്ഞ മനസ്സിന്റെ ഒരു കളിയാണ് അത്. എന്താ നമ്മൾ ട്രഷർ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും യഥാർത്ഥത്തില് എന്താ പ്രതിസന്ധി അല്ല, ഇതിന്റെ എല്ലാ സൊല്യൂഷനും നമ്മളെ തന്നെ ഉള്ളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഈ ട്രഷറിൽ സഞ്ചരിക്കുമ്പോൾ. അതാണ് ട്രഷറിന്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്. ഓക്കെ സാറ് പോലെ ഒത്തിരി ആൾക്കാർ സംസാരിക്കാനുണ്ട്. അതായത് പിന്നെ സാറേ സംസാരിച്ചോളൂ. ഓഫായി പോയി തോന്നുന്നു. പറയൂ. കേൾക്കുന്നില്ല.
മൈക്കോണാക്കും. ആ ഇതേ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഇത് ഇപ്പൊ പലർക്കും ഈ പ്രശ്നം ഉണ്ടായിരിക്കണം. കാരണം ഇപ്പൊ ഇതിന്റെ ഒരു ട്രഷറിന്റെ ഫീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഫീസിന്റെ സംബന്ധിച്ച് പറയുമ്പോൾ. ഇപ്പൊ നമ്മൾ ആ സമയം വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മളിതൊരു ടൈറ്റ് ആറുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. ഇപ്പൊ നമ്മൾ കച്ചവടക്കാരനൊക്കെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ടൈറ്റ് വരലുണ്ട്. പക്ഷെ ഇതൊക്കെ ആ സമയം വരുമ്പോൾ എങ്ങനെയൊക്കെയോ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം സത്യം ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു നിയമം പറയുന്നത് നമ്മള് പിന്നെ 1 രൂപ വരുത്തുന്നതും 1 കോടി രൂപ വരുത്തുന്നതൊക്കെ ഈ നിയമത്തിന് ഒരുപോലെയാണെന്നാ. അപ്പൊ നമ്മളെ മനസ്സിന്റെ ഒരു ചിന്തയാണ് ഇത് ഒന്ന് വലുതാന്ന് ചെറുതാന്നൊക്കെ. അപ്പൊ എനിക്ക് ഈ ട്രസ്റ്റിന്റെ ഫീസിനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ എത്തിപ്പെടും ഈ ക്യാഷ്. എന്നതുപോലെ ഇപ്പൊ എനിക്ക് തോന്നി ട്രഷറിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മള് ഇനിയിപ്പോ എന്തും നമുക്ക് എന്നെ ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുന്ന എനിക്ക് മനസ്സിലായിട്ട് ട്രഷറിന്റെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ് സാറേ. ഞാൻ സാറിന് ഇപ്പൊ പറയണം ഒരു കാര്യം ഇതിൽ കേൾക്കാനായിട്ട് പറയാണ്. നമ്മളെ ഇതിൽ അർപ്പിച്ചുകൊണ്ട് അത് സംശയമില്ലാത്ത രൂപത്തിൽ നമ്മൾ ഈ ട്രസ്റ്റിന്റെ വർക്കുകളും അതുപോലെ സാറിന്റെ ക്ലാസ്സും കേട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ട്രസ്റ്റിന്റെ നമ്മളെ ക്ലാസിന്റെ റെക്കോർഡ് സാർ തരുന്നതുകൊണ്ട് ആവർത്തിച്ച് കേട്ട് നമുക്ക് ഇതിന്റെ കണ്ടന്റ് കറക്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു പ്രത്യേകത തന്നെയാണ്. അതെനിക്ക് ഇതിന്റെ അനുഭവം കൂടെ പറയാനുള്ളത്. ഓക്കെ, വളരെ സന്തോഷം. ഇതിപ്പോ ഒത്തിരി ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഇത് തന്നെ പറയും. അതിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ അവർ ഈ പറയപ്പെട്ട ഓഫ്ലൈൻ മറ്റൊക്കെ പങ്കെടുത്ത് അവരുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കി ഈ പറയപ്പെട്ട അന്തരാത്മാവിൽ പുനർജനിച്ചപ്പോൾ നേരത്തെ പ്രശ്നങ്ങളായി മല പോലെ നിന്നിരുന്നതെല്ലാം ആ മലകളെല്ലാം ഒലിച്ചുപോയി, ആ മലകളെല്ലാം തകർന്നു പോയി. മനസ്സിലായില്ലേ? ആ മലകളെല്ലാം തകർന്ന് തരിപ്പണമായി ഇല്ലാതെയായി. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു കാലത്ത് വലിയ കീറാമുട്ടി എന്ന് വിചാരിച്ചതൊക്കെ ഈസി ആയിട്ട് കൈകൊണ്ടെടുക്കുന്ന രൂപത്തിലോട്ട് മാറി. മനസ്സിലായി? അപ്പൊ എപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ട അസീസ് പറഞ്ഞതൊക്കെ തിരിച്ചറിയേണ്ടതെന്നാ ചോദിക്കുകയാണെങ്കിൽ മനസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാത്തതിന് കാരണം, ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റാത്തതിന് സാധനം കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിലുള്ള മുറിവുകളാകുന്നു നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് കാരണം. പാസ്റ്റ് മെമ്മറി, ബിറ്റർ എക്സ്പീരിയൻസ്, ബിറ്റർ ഫീലിംഗ്, വെറുപ്പ്, വിദ്വേഷം, പക. ഒരു 10 ആളോട് വെറുപ്പുള്ള ഒരുത്തൻ അവന്റെ ബിസിനസ് തകർന്നു, അവന്റെ കുടുംബം തകർന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനി കുടുംബമൊക്കെ അവന്റെ കൂടെ ഉണ്ടെങ്കിലും ചത്തതിനൊക്കുമേ ജീവിതം എന്ന രൂപത്തിൽ അവൻ ജീവിക്കാൻ പറ്റൂ. ഒരു ദിവസം നല്ലതാണെങ്കിൽ അടുത്ത ദിവസം തകരും. ഈ വെറുപ്പും വിദ്വേഷവും പകയും ഇതുകൊണ്ടാണ് ഈ EFTയിലും ട്രഷറിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന EFT പ്രധാനമായും കൈകാര്യം ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അല്ല, EFT എന്ന് പറയുന്നത്, ഇനി അതും കൂടി ഞാൻ പറഞ്ഞുതരാം. EFT എന്ന് പറയുന്നത് ഈ ട്രഷറിന്റെ ഭാഗമായി കൊടുക്കുന്നതാണ്. അതൊരു അമൃത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരാൾ സംസാരിച്ചേ, ഇനി അതിനുശേഷം തുടരാം. കാരണം ഇത് ഈ അന്തരാത്മാവിൽ പുനർജനിക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാകുന്നു EFT എന്ന് പറയുന്നത്. ഒരാൾ സംസാരിച്ചേ, EFTയിൽ പങ്കെടുത്ത ഒരാൾ സംസാരിച്ചേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യെസ് ഓർ നോ? വേറെ ഒരാൾ സംസാരിച്ചേ. വൈശാഖ് സാർ EFT പങ്കെടുത്തിട്ടുണ്ടോ? പുതിയ ആളായെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല സാറേ, ഇല്ല ഞാൻ പുതിയതാണ് സാറേ. പുതിയെന്ന് പറയുമ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ട്. സാറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട് ഞാൻ. അത് വായിച്ച് കംപ്ലീറ്റ് ഒരുപാട് ആ പുസ്തകം വായിച്ചപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സാറേ. ഒരുപാട് താങ്ക്സ്, നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ ഞാൻ അതിനകത്തുള്ള ഒരു 80-20 പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രിൻസിപ്പിൾ 20-ൽ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഈ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം തന്നെ. അത് ട്രഷർ അതിൻ്റെ ഒരു ഭാഗമാണ് കറക്റ്റ്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ ഒരു ഡ്രീം പോലെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ട്രഷറിൽ പങ്കെടുക്കണമെന്നുള്ളത്. അപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. വളരെ സന്തോഷം സാറേ. ഇങ്ങനെ ഇതുവരെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്യാമറ ഓൺ ചെയ്യാതാണ് ഇരുന്നത്. അപ്പോൾ അത് ഞാൻ മറിഞ്ഞു നിന്ന് ഒരു ഏകലവ്യനം പോലെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, ഇപ്പോൾ ഓപ്പണായി. അപ്പോൾ നല്ല രീതിയിൽ ഒരു ശാന്തിയും സമാധാനവും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ ഒരുപാട് വീഡിയോസ് ഡെയിലി കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് സാറേ. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. താങ്ക് യു സാർ. താങ്ക് യു. സന്തോഷം.
ഷാജഹാൻ സാറെ ഈ EFT കുറിച്ച് ഒന്ന് സംസാരിച്ചേ. ഷാജഹാൻ പി ഉണ്ട് ഇതില്, ഞാൻ കാണുന്നുണ്ട്. ഷാജഹാൻ പി ഉണ്ട്. മുഹമ്മദ് സാറ് സംസാരിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഷാജഹാൻ പി അതെ പറയൂ. സാർ, EFT യെ കുറിച്ച് എനിക്കൊരു അനുഭവം പറയാനുണ്ട്. ഞാന് വണ്ടി ഓടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇടപ്പള്ളി റോഡിൽ വെച്ച് പെട്ടെന്ന് എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഞാൻ വണ്ടിയിലിരുന്ന് എൻ്റെ മോനെ വിളിച്ച്, മോൻ വന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ചെന്ന് നോക്കുമ്പോൾ പ്രഷർ ഹൈ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. എനിക്ക് പ്രഷർ ഒന്നുള്ള ആളല്ല. ഹൈ ലെവൽ 189 റേഞ്ചിലേക്ക് എത്തി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഹൈ ആണ്, തുടർന്ന് നാം മെഡിസിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം ഇപ്പൊ എന്താ ചെയ്യാ ഡോക്ടർ? പറഞ്ഞു ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്ക്, എന്നിട്ട് വാ നോക്കാന്ന് പറഞ്ഞു. 20 മിനിറ്റ് കുഴപ്പമില്ല, നോർമൽ ആയിക്കോളും സാർ എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി പോന്നു. വണ്ടിയിൽ വന്നിരുന്ന് അങ്ങോട്ട് EFT അങ്ങോട്ട് ചെയ്തു. EFT ചെയ്ത് ഇങ്ങനെ ഇരുന്ന് 20 മിനിറ്റോളം അങ്ങോട്ട് ചെയ്ത് നേരെ നോർമലായിട്ട് അങ്ങോട്ട് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോ 120/80. വെരി ഗുഡ്. സിസ്റ്റർ ചോദിക്കുകയാണ്, ഇത് പെട്ടെന്ന് കുറഞ്ഞല്ലോ സാറിന് ഇതിനു മുമ്പ്? ഇല്ല സാർ, അതൊന്നുമില്ല, നമുക്ക് ചില ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മുടെ മൈൻഡാണ്. കുഴപ്പം. ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടറോടും പറഞ്ഞു മെഡിസിന്റെ ആവശ്യമില്ല സാർ, എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇല്ലാത്ത ആളാണ് ഞാൻ, ഇത് താൽക്കാലികമായിട്ട് എന്തോ ഒന്ന് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 20 മിനിറ്റ് തുടർച്ചയായിട്ടുള്ള EFTയിൽ നിന്ന് പെട്ടെന്ന് അത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ചിന്തിച്ച് അത് ചിലപ്പോൾ 200 അതിന്റെ മുകളിലൊക്കെ ആവേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നേനായിരുന്നു. ഈ ടൂള് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ നോർമലായി. വളരെ താങ്ക് യു. സന്തോഷം മുഹമ്മദ് സാർ, വളരെ വളരെ സന്തോഷം. അത് എന്തിനും നമ്മുടെ ഉള്ളിലെ വേദനകൾ മാറ്റാനും അതിനൊക്കെ ടൂളാണിത്. നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന എല്ലാ വേദനകളെയും അത് എടുത്തു കളയും. ഷാജഹാൻ സാർ സംസാരിച്ച് ഞാൻ പറഞ്ഞ ആള് സാറേ ഞാൻ ഒരു വർഷം കൊണ്ട് ഈ പ്രഷറിൽ ഈ മണി മൈൻഡ്സെറ്റിലും പ്രഷറിലൊക്കെ പങ്കെടുത്തു. 5ാമത്തെ ബാച്ചിലാണ്. EFT ഓൺലൈനിലും ഓഫ്ലൈനിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും EFTയിലൂടെയാണ് മാറുന്നത് തന്നെ. വേദനകൾ വരുമ്പോഴും ഇടയ്ക്ക് പിന്നെ ഇപ്പൊ ഈയിടെ ഒരു അനുഭവം ഉണ്ടായി, മോക്കൊരു നടുവേദന വന്ന് അതിനുവേണ്ടി ഞാൻ EFT ചെയ്തപ്പം 2 പ്രാവശ്യം ചെയ്ത് നടുവേദന പൂർണ്ണമായും മാറി. അതെങ്ങനെയെന്ന് പറയാനൊക്കത്തില്ല, പക്ഷേ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഞാൻ പല കാര്യങ്ങൾക്കും EFTയിലൂടെയാണ് പരിഹാരം കാണുന്നത് തന്നെ. ഇപ്പൊ എനിക്ക് ഷുഗർ നേരത്തെ 10-35 വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ ഇപ്പോൾ നോർമലായി, ഇൻസുലിൻ ഒഴിവായി. മറ്റേ മരുന്ന് കഴിക്കും, ഇൻസുലിൻ എടുക്കും, ഷുഗർ കൂടിക്കൊണ്ടേ ഇരിക്കുക തന്നെയായിരുന്നു. ഇപ്പൊ ഷുഗറൊക്കെ നോർമലായി. അസുഖങ്ങളൊക്കെ ഞാൻ ഈ വർഷം തീരുന്നതിന് മുമ്പ് എൻ്റെ രോഗങ്ങൾക്കെല്ലാം ശമനം ഉണ്ടാകണമെന്ന് ഞാൻ എഴുതി വെച്ചിരുന്നു. ഇപ്പൊ ഏകദേശം ഏറെക്കുറെ എൻ്റെ പല പ്രശ്നങ്ങൾക്കും പല രോഗങ്ങൾക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യം വീണ്ടെടുത്തു. ഏറ്റവും കൂടുതൽ പറയാനാണ് പ്രാർത്ഥനയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥന നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോൾ നല്ല നമുക്ക് ചിന്തകൾ കൂടുതൽ കയറി വരുന്നില്ല. മനസ്സിനെ ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായ രീതിയിൽ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വീണ്ടും അടുത്ത 7ാമത്തെ ബാച്ചിൽ ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം എനിക്ക് ഒന്നുകൂടെ പൂർണ്ണമാകേണ്ടതായിട്ടുണ്ട്. ഞാൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ രാത്രി കിടന്ന് ഫോൺ കാണുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറക്കം പലപ്പോഴും നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ ഫോണിൽ റീല് കാണുന്നില്ല, അങ്ങനെയുള്ള മൊബൈൽ കാണുന്ന സ്വഭാവങ്ങളൊക്കെ പൂർണ്ണമായി മാറി. അതൊക്കെ കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേണ്ടാത്ത സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് പറഞ്ഞ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന പടങ്ങളല്ലാത്ത ഒന്നും കാണരുത്. ഇതൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് കുറെ ഉൾക്കൊണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ശാന്തി, സമാധാനം ഉണ്ടായി, സൂക്ഷ്മതയുണ്ടായി, ഏകാഗ്രതയുണ്ട്. ഇപ്പം നല്ലപോലെ ഉറക്കം കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ സന്തോഷമുണ്ട്, കുടുംബത്തിൽ ഐശ്വര്യമുണ്ട്, കുടുംബത്തിൽ സമാധാനമുണ്ട്. ഇതൊക്കെ ഞാൻ ട്രഷറിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എനിക്ക് 7ാമത്തെ ബാച്ചിലും കൂടി അറ്റൻഡ് ചെയ്യണം, അതിന് ഉള്ള കാര്യങ്ങൾ നീക്കണം. എല്ലാം പഠിച്ചതിന്റെ കൃപയാലെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഇതൊക്കെ സംഭവിച്ചത് ഈ സൈലന്റ് ആയതുകൊണ്ട്. ഇവര് സംസാരിക്കാൻ നിൽക്കുന്നല്ലോ. ഒരു ഇതാരായിരുന്നു? സംസാരിച്ചോളൂ. അവർ പേര് എഴുതില്ല. 137 എന്നാണ് കാണുന്നത്. 37, 35 അതാരായിരുന്നു? തോമസ് കാങ്കുളത്തിന്റെ വൈഫാണ് ലക്ഷ്മി. അവര് സംസാരിക്കുന്നുണ്ടോ?
സംസാരിക്കാം സാർ. സംസാരിച്ചോളൂ. ഞങ്ങളിപ്പോ വിയറ്റ്നാമില് സാർ, ഞങ്ങള് വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിൽ അന്ന് സംസാരിച്ചു. വെരി ഗുഡ്. ട്രഷറിൽ ഹലോ. പങ്കെടുത്തു, അന്ന് സംസാരിച്ചു. നിങ്ങളും മകനൊക്കെ സംസാരിച്ചു. എങ്ങനെയുണ്ട്? ലൈഫൊക്കെ അടിച്ചുപൊളിയായില്ലേ? വിയറ്റ്നാമിലപ്പോ ഉള്ളത്? വിയറ്റ്നാമിലാ. ഇന്നിപ്പം 7 മണിയാകുമ്പം അങ്ങോട്ട് വരും. വെരി 7 ഗുഡ്. മണിക്കാ ഫ്ലൈറ്റ്. വൈകിട്ട് 7 മണിക്ക്. അടിച്ചു പൊളിച്ചു സാർ. ഓക്കെ. അല്ല, അടിച്ചു ഞാൻ പൊളിച്ചു. ചോദിക്കട്ടെ, ഈ ട്രഷറിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ കുടുംബവും എല്ലാം ആ ആൾക്കാരൊക്കെ മരിച്ച് പുതിയ ആൾക്കാരെ ജനിച്ചില്ല ഇപ്പോ? യെസ് ഓർ നോ? മോൻ പറഞ്ഞായിരുന്നല്ലോ സാറേ സംസാരിച്ചത്. ഞങ്ങളുടെ മാറ്റം മോൻ പറഞ്ഞല്ലോ. വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ മോനെ കൊണ്ട് സംസാരിപ്പിക്കും. വെരി ഗുഡ്. അതായത് ഇപ്പൊ ഇത് പബ്ലിക്കായ ആളുകളാണ്. ഞങ്ങളുടെ മാറ്റം മോൻ അന്ന് സംസാരിച്ചായിരുന്നു. അന്ന് ആരും കേട്ടിട്ടില്ല, നിങ്ങൾ സംസാരിക്കുന്ന ആരും കേട്ടിട്ടില്ല. ഇപ്പൊ ഇത് ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ പറയാം, അതായത് ഇവരുടെ മകൻ സംസാരിച്ചെന്താ ചോദിക്കുകയാണെങ്കിൽ, ഫാദറിന് മാറ്റം ഉണ്ടായി, മദറിന് മാറ്റം ഉണ്ടായി. അത്ഭുതം തോന്നിയിട്ടാണ് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഞാൻ ഇതിൽ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മോനിപ്പോ മണി മൈൻഡ് സെറ്റ് പങ്കെടുക്കുന്നു, എന്ത് പറയുന്നു മോൻ? അതെ അതെ. മോൻ എന്ത് പറയുന്നു? മണി മൈൻഡ് സെറ്റ് ഞാൻ വന്നിട്ട് ഒന്നും കൂടെ സംസാരിക്കാവൻ. ഓക്കെ, വളരെ സന്തോഷം. ഏതായാലും മോൻ ഹാപ്പിയാണ്. ഞങ്ങൾ വന്നിട്ട് ഒന്നും കൂടെ അവനെ കൊണ്ട് സംസാരിപ്പിക്കും. ശരി ശരി ശരി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ മനസ്സിന്റെ ശക്തി, ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ അന്തരാത്മാവ് ഏറ്റെടുത്തപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊന്നും അത്ഭുതമല്ല. നമ്മൾ നേരത്തെ 100 കൂട്ടം ചിന്തകൾ കൊണ്ട് ഞാൻ അതാണ് ഇതാണ് എന്നെ ഇങ്ങനെ, ഇതൊക്കെ മനസ്സിന്റെ അടിമയാകുന്നു നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മനസ്സിനെ ഈ പറയപ്പെട്ട രൂപത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ഇഞ്ചുറീസ്, ഈ ഇന്നർ ഇഞ്ചുറീസ് മാറുമ്പോൾ പ്രഷർ ഇല്ലാതെയാകും. ഇന്നർ ഇഞ്ചുറീസ് മാറുമ്പോൾ ഷുഗർ ഇല്ലാതെയാകും. ബിസിനസ് തകർച്ചയിൽ നിന്നും നമ്മൾ കരകയറും. നമ്മൾ യഥാർത്ഥത്തിൽ സൈലന്റിലോട്ട് പോകുവാനും നമ്മുടെ ട്രഷറിനെ തൊടുവാനും നമുക്ക് സാധിക്കും. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ശബ്ദ കോലാഹലങ്ങളെ നിർത്തുന്നതിന് ശക്തി മനസ്സിലാവും. അങ്ങനെ ഒരുത്തരെ നിർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇച്ഛിക്കുന്നതെല്ലാം സൃഷ്ടിക്കുവാൻ സാധിക്കും. ഇവരിപ്പോ വിയറ്റ്നാമിൽ പോയി, അവർ എഴുതി വെച്ചു, അവർ സ്വപ്നത്തിൽ എഴുതി വെച്ചു, അതവർക്ക് സംഭവിച്ചു. 1 വർഷം കൊണ്ട് അസുഖങ്ങളെല്ലാം മാറണം, അത് സംഭവിച്ചു. ഈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മഹാഭൂരിപക്ഷം ആൾക്കാരും ഈ കാര്യം അറിയില്ല. അവർ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. മനസ്സിലായില്ലേ? അവസരങ്ങളൊന്നുമില്ലല്ലോ, മുഴുവൻ വരൾച്ചയല്ലേ, മുഴുവൻ പ്രശ്നങ്ങളില്ലേ, പുറത്തു മുഴുവൻ പ്രശ്നങ്ങളല്ലേ, മഴയല്ലേ. സത്യത്തിൽ എന്താ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം അകത്തുള്ള, ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാൽ ഉപബോധ മനസ്സിൽ അതിസൂക്ഷ്മമായി ഉറങ്ങുന്ന പ്രോഗ്രാമിന്റെ ബേസിലാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിൽ നമ്മൾ പോലും അറിയാതെ ഉറങ്ങുന്ന ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ്, ഒരു വിശ്വാസം, അതിന്റെ ആ ഒരു അവസ്ഥയിൽ ആ ഒരു ലെവലാകുന്നു, ആ ഒരു വിശ്വാസമാകുന്നു, ഇൻവിസിബിൾ ആയ കാര്യമാകുന്നു നമ്മുടെ ജീവിതത്തെ റിയാലിറ്റി ആയിട്ട് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ചെറിയ പ്രായത്തിലെ നമ്മൾ നമ്മുടെ അകത്ത് നോക്കുവാനോ നമ്മുടെ ഉള്ളിൽ അന്തരാത്മാവിനെ തിരിച്ചറിയുവാനോ ഒന്നും നമ്മളോട് ആരും പറഞ്ഞില്ല. അതിന് പകരം ഈ അന്തരാത്മാവിനെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന സ്പിരിച്വൽ വിദ്യാലയങ്ങളിൽ പോലും പുറത്തുള്ളവരെ ശ്രദ്ധിക്കണം, അവരെങ്ങനെയാകുന്നു, ഇവരെങ്ങനെയാകുന്നു എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ വേറെയാകുന്നു എന്ന രൂപത്തിലോട്ടുള്ള ഒരു കാഴ്ചപ്പാടിലോട്ട് പോയി ചെറിയ പ്രായത്തിൽ തന്നെ പുറത്താണ് എല്ലാം ഉള്ളത്, അകത്തൊന്നുമില്ല എന്ന രൂപത്തിലോട്ട് അന്തരാത്മാവിനെ ഡിനേ ചെയ്യുന്നതാണ് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പഠിച്ചത്. യെസ് ഓർ നോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യെസ് ഓർ നോ? ഇതല്ലേ സത്യം? അപ്പൊ അങ്ങനെ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് മനുഷ്യരിങ്ങനെ വലുതാകുമ്പോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം കൂടുതൽ ടെറിബിൾ ആകും. കാരണം അസത്യത്തെ ഇയാൾ മുഴുവൻ ആശ്രയിക്കുന്ന പുറത്താണ്. ഒരാൾ ചിരിച്ചാൽ പ്രശ്നം, ഒരാൾ നോക്കിയാൽ പ്രശ്നം, ഒരാൾ കരഞ്ഞാൽ പ്രശ്നം. മനസ്സിലായില്ലേ? എല്ലാം പുറത്ത് ആശ്രയിക്കുന്ന അവസ്ഥയിലൂടെ അയാൾ പോകുന്നു. അയാളുടെ ഉള്ളിലോട്ട് നോക്കുവാനോ അന്തരാത്മാവിനെ തൊടുവാനോ ട്രഷറിനെ തൊടുവാനോ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ ജീവിതം ടെറിബിളാവുന്നു, മണി ബ്ലോക്ക് ഉണ്ടാവുന്നു. വിജയം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടും, എനിക്ക് കിട്ടില്ലെന്ന് തോന്നുന്നു.
ഇതൊക്കെ അയാളുടെ ഉപബോധ മനസ്സിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് മാറിയിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ആ ഉള്ളിൽ ഉപബോധ മനസ്സിൽ സൂക്ഷ്മ രൂപത്തിൽ ഉറങ്ങുന്നതെല്ലാം നമ്മൾ ബോധപൂർവം ഒന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അത് പുറത്തോട്ട് വന്ന് അതിന്റെ രൂപം പ്രാപിച്ച് അനുഭവങ്ങളായിട്ട് ഇയാളെ വലയം ചെയ്യുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഈ പറയപ്പെട്ട മെമ്മറീസും, അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിലെ മെമ്മറീസ്, ഇമോഷൻസ്, ഇതിനെല്ലാം മാറ്റണം. ഇതെല്ലാം നമ്മുടെ തീരുമാനങ്ങൾ. ഇപ്പൊ തന്നെ ഇതൊക്കെ കേട്ടിട്ടും ട്രഷർ കോഴ്സിൽ ഒന്ന് ചേരണം. അതുപോലെ തന്നെ ഈ ട്രഷർ കോഴ്സിന്റെ ഭാഗമായിട്ട് 21-ാം തീയതി കോഴിക്കോടും എറണാകുളത്തും 28-ാം തീയതി പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതിനൊന്ന് പങ്കെടുക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, എന്നാലും പലർക്കും ഈ വിഷയത്തിൽ എൻ്റെ ദൈവമേ ഇതിലൊക്കെ പങ്കെടുത്താൽ അതാവോ ഇതാവോ ഡൗട്ടായിരിക്കും ചിലപ്പോ. അങ്ങനെ വരാൻ കാരണവും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറിയ ഈ വിശ്വാസം, ഈ പ്രോഗ്രാമിങ് ഇൻവിസിബിളായി കത്തി നമ്മളെ തടയുന്നതാകുന്നു, അത് നമ്മളെ ഷേപ്പ് ചെയ്യുന്നതാകുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ, നമ്മുടെ അന്തരാത്മാവിനെ റീപ്രോഗ്രാം ചെയ്തേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ ഇഷ്യൂസും മാറും. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പ്രശ്നത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ട്രഷർ കോഴ്സ് 6 മാസം 7 മാസം അത് നമ്മുടെ ഉപബോധ മനസ്സിനെയും അതുപോലെ തന്നെ ഉള്ളിലുള്ള എല്ലാ കച്ചറകളെയും എടുത്തു മാറ്റി, ബൗണ്ടറികൾ എടുത്തു മാറ്റി, ഒരു പരിധിയുമില്ലാത്ത രൂപത്തിൽ വിശാലമായ അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന, അതിശക്തമായ അവസ്ഥയിലോട്ട് പോകുന്നത് ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടാകുന്നു. മനസ്സിലായില്ല? ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി തന്നെ എല്ലാം ടോട്ടലി ചേഞ്ച് ആവുന്നു, ഡോറുകൾ ഓപ്പൺ ആവുന്നു. മനസ്സിലായി? ജീവിതത്തിൽ സുഖങ്ങൾ സംഭവിക്കുന്നു, സുഖങ്ങളും സന്തോഷങ്ങളും നിത്യസംഭവമാവുന്നു. ഒരു കാലത്ത് ഏതെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ വീട്ടിലോട്ട് വന്നിരുന്ന സന്തോഷം ഇപ്പോൾ എല്ലാ സമയത്തും കളിയാടുന്നു. മാനിഫെസ്റ്റേഷൻ എല്ലാം ഹാപ്പിയായി സംഭവിക്കുന്നു, അവസരങ്ങൾ ഉയർന്നു വരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ അവസരത്തിനെ തേടിപ്പോവല്ല, ആ അവസരത്തിന്റെ ലെവലിലേക്ക്, ആ അവസ്ഥയിൽ നമ്മൾ ഉയരാണ് ചെയ്യുക. ഞാൻ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും നമ്മളെയാണ് ആശ്രയിക്കേണ്ടത്. നമ്മൾ ഉയർന്നാൽ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് വരും. മനസ്സിലായി? അത് ഉയർന്നിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടോ കരഞ്ഞത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ കരച്ചിലങ്ങ് പോവാന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ. അവസരങ്ങൾ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ അത് നമ്മൾ കാണൂല. അന്തരാത്മാവിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ, ട്രഷറെ തൊട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം നിങ്ങളുടെ കൺമുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളത് കാണുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അവർ കാണുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, അവർ കേൾക്കുന്നില്ല. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ വിശുദ്ധ ഗ്രന്ഥം? എന്താ കാരണം? ഈ അന്തരാത്മാവിന്റെ ശബ്ദത്തിലോട്ട് പോകുവാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട്. എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി നീക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുക, അതൊന്നും പാടില്ല. പണമുണ്ടാവണേ, സമ്പത്തുണ്ടാവണേ, ഐശ്വര്യമുണ്ടാവണേ, ഇതൊക്കെ നൽകും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിങ്ങളുടെ മുമ്പിൽ തന്നെ കിട്ടുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല. പക്ഷെ നമ്മൾ അന്തരാത്മാവിൽ പുനർജനിക്കുമ്പോൾ, അറിവിനും അപ്പുറത്തോട്ട് പോകുമ്പോൾ, നമ്മുടെ ഉപബോധ മനസ്സ് പുതിയ രൂപത്തിൽ റീപ്രോഗ്രാം ചെയ്യപ്പെടും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെ എന്ത് ചിന്തിച്ചാലും അത് നടക്കും. ആ ഒരു അവസ്ഥയിൽ എന്ത് വിഷ്വലൈസേഷൻ ചെയ്താലും അത് നടക്കും. ആ അവസ്ഥയിൽ നമ്മൾ അഫർമേഷൻ കീപ്പ് ചെയ്താൽ അത് നടക്കും. ഇതിനേക്കാളും വലിയ ഒരു സത്യം, ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനുണ്ടോ പ്രിയപ്പെട്ടവര്? അത് മാത്രമല്ല, നമ്മൾ പറയുന്ന വാക്കുകളും ക്ലിയർ ക്രിസ്റ്റലാവും, സ്വാധീനമുള്ളതാവും. ഇതിനേക്കാൾ വലിയ ഒരു സത്യം, ഇതിനേക്കാൾ വലിയ സന്തോഷം മനുഷ്യരെ കിട്ടാനുണ്ടോ പ്രിയപ്പെട്ടവര്? അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ട്രഷർ എന്ന് പറയുന്നത് അന്തരാത്മാവിൽ പുനർജനിക്കുവാനുള്ള അറിവിനും അപ്പുറമുള്ള അറിവാകുന്നു. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും ശക്തമായ തീരുമാനം ഈ ട്രഷർ കോഴ്സ് ചെയ്യുക എന്നതാകും. മനസ്സിലായി? ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ ഒരു വിഷയം നിങ്ങൾ ചിന്തിക്കും, ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്?
ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിത് ചേരില്ല. നിങ്ങൾ ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് നഷ്ടം. ഞാൻ ഇന്നലെ ഉദാഹരണം പറഞ്ഞു. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുക, റോട്ടിൽ കിടക്കുക. നമ്മുടെ അടുത്ത് വാഹനമുണ്ട്, സൗകര്യമുണ്ട്, ഹോസ്പിറ്റലിൽ നമുക്കറിയാം. നമ്മൾ ഇത് ഉപയോഗിക്കാതെ അയാളെ റോട്ടിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കാന്ന് പറഞ്ഞാൽ അത് ക്രൂരതയല്ലേ പ്രിയപ്പെട്ടവരെ? എന്നതുപോലെ മനുഷ്യന് അന്തരാത്മാവിൽ പുനർജനിക്കുവാനുള്ള ഈ ടൂൾസ് എന്റെ കയ്യിലുണ്ടാകുമ്പോ ഇത് ഞാൻ പരസ്യമായിട്ട് പറയട്ടെ പ്രിയപ്പെട്ടവർ? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഞാൻ ഇതിങ്ങനെ മറച്ചു വെച്ച് ആരെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് TK കരീം അടിച്ചു, ഹാപ്പി പാർക്ക് അടിച്ചു, അങ്ങനെ കഷ്ടപ്പെട്ട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അത് ഈ എന്റെ കൈവശമുള്ള ഈ കാര്യം ഞാൻ പരസ്യമായിട്ട് പറയണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിനൊക്കെ പരിഹാരം ഉണ്ട് എന്ന ഒരു കൃത്യമായ ഒരു ബോധത്തിലോട്ട് നിങ്ങൾ പോകുമ്പോഴേ നിങ്ങൾ ഇതിലോട്ട് വരൂ. നിങ്ങൾ വരണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? റോട്ടിൽ കിടന്ന് ക്രിട്ടിക്കലായി കിടന്ന് ശ്വാസോച്ഛ്വാസം പോലും കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കിതാ ഇവിടെ അതിനുള്ള ഒരു പരിഹാരമുണ്ട്. എന്തും ഇറക്കി വെക്കാം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പറ്റും? മനസ്സിലായില്ലേ? അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഒത്തിരി ആൾക്കാർ ട്രഷറിന്റെ 7ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 21-ാം തീയതി കോഴിക്കോട് വെച്ചു, 21-ാം തീയതി കോഴിക്കോട് വെച്ചു, 28-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്ന മണി മൈൻഡ് സെറ്റിന്റെ, അത് ട്രഷറിന്റെ ഭാഗമാണത്. ട്രഷർ കോഴ്സിൽ എല്ലാം ഉണ്ട്. സ്പിരിച്വാലിറ്റി ഉണ്ട്, സുഖപ്പെടലുണ്ട്, ഹീലിംഗ് ഉണ്ട്, കുടുംബമുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടും സമൃദ്ധമാണ് ഈ കോഴ്സ്. മനസ്സിലായില്ലേ? സോ മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? ഇന്ന് ഞാൻ പറഞ്ഞത് ക്ലിയർ ക്രിസ്റ്റലായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പ്ലീസ്. ഞാനൊരു കാര്യം പറയട്ടെ സാറേ. പറയൂ. സാറേ, ഞാൻ മണി മൈൻഡ് സെറ്റിൽ ചേരണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ട്രഷറി ചേരണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കത് അത് 3 എനിക്ക് സാധിച്ചു. ഇനി എനിക്ക് വേണ്ടത് സാറിനെ എറണാകുളത്ത് വന്ന് 28-ാം തീയതി കാണാൻ അനുഗ്രഹിക്കണം. കാരണം എനിക്കൊരു കൂട്ട് വേണമല്ലോ അവിടം വരെ വരാൻ. അപ്പം ഞാൻ എൻ്റെ ആങ്ങളുടെ മകനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈസ്കൂൾ അധ്യാപകനാണ്. ക്രിസ്മസ് അവധിയാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും സ്കൂൾ കാര്യമായിട്ട് പോകേണ്ട വരും. അപ്പം ഞാൻ നോക്കട്ടെ അപ്പച്ചി എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്കത് സാധിച്ചു തരണം സാറേ. എനിക്ക് കാണണം സാറിനെ. തീർച്ചയായിട്ടും നമുക്ക് അവിടെ കാണാം. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രീക്വൻസിയാണത്. ആ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഇതൊക്കെ നടന്നെങ്കിൽ അതും നടക്കും. എറണാകുളത്ത് വെച്ച് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു. കണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ, പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ഈ ട്രഷർ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കോഴ്സ് അല്ല എന്ന് ഇപ്പോ അതിൽ പങ്കെടുക്കാതെ ഈ ക്ലാസ് കേട്ട ആൾക്കാർക്ക് മനസ്സിലായില്ലേ? യെസ് ഓർ നോ? ടൈപ്പ് ചെയ്യണം എല്ലാരും. ഒന്ന് സംസാരിച്ചേ. ഹലോ സാർ. പറയൂ. ആരാണ് സംസാരിക്കുന്നത്? ഒരാൾ സംസാരിക്കൂ. എല്ലാവരും ടൈപ്പ് ചെയ്യാണ്. കാരണം ഞാൻ ടൈപ്പ് ചെയ്താണ് പരിശീലിപ്പിച്ചത്. അതുകൊണ്ട് പറയൂ. റംല ഖാദർ പറയൂ. റംല ഖാദർ സംസാരിക്കൂ. ഞാനിപ്പോ സാറിന്റെ ക്ലാസ്സിൽ ഒരു ആഴ്ച ആയിട്ടേ ഉള്ളൂ. എന്റെ സാറിന്റെ ഒരു അയൽവാസി അൻവർ എന്ന് പറഞ്ഞ സാറാണ് എന്നെ ഇതില് ജോയിൻ ചെയ്യിച്ചത്. അപ്പൊ സാറ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. EFT ഞാൻ ചെയ്തതാണ്. EFT കൊണ്ട് ഒരുപാട് എന്താ പറയാ, നമ്മള് ഒരിക്കലും ഒരു അനുഭവം പറയാം. ഞാന് ഒരു ദിവസം ബസ്സിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ബസ് ബ്ലോക്കായി. ഞാൻ EFT ചെയ്ത് പെട്ടെന്ന് ബ്ലോക്ക് മാറി. അപ്പൊ ആദ്യമൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോരുത്തർ അനുഭവം പറയും, EFT ചെയ്ത് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ. പക്ഷെ അനുഭവസ്ഥയാണ്. EFT കൊണ്ട് എനിക്ക് ഒരുപാട്. അതുപോലെ തന്നെ എന്റെ ജ്യേഷ്ഠത്തിൽ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്ത് അവിടെ പെയിൻ മാറ്റി. അപ്പൊ EFT ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഞാനിത് ചെയ്തതാണ്. അതുകൊണ്ടാണ് EFTനെ കുറിച്ച് സാറ് പറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ ട്രഷറിൽ കയറിയിട്ടില്ല. അപ്പൊ അവർക്കെല്ലാം അവസരം എന്ന് വിചാരിച്ച് പറയാതിരുന്നതാണ്. സാറിന്റെ കോഴ്സിന് ചേരണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇതുപോലെ ഒരുപാട് കോഴ്സ് ചെയ്ത ആളാണ്. എനിക്ക് സാറ് പറഞ്ഞ മാതിരി നമ്മുടെ ചിന്തകൾ എപ്പോഴാണോ മാറുന്നത് അപ്പൊ
നമ്മൾ മാറും. നമ്മളെപ്പോഴും പുറത്തോട്ടാണ് നോക്കിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് എന്ന് നമ്മൾ നോക്കുന്നു അന്ന് നമ്മൾ വിജയിച്ചു. അതൊരു സത്യമാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണേ. ഞാനും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിരുന്ന ആളാണ്. ഇതുപോലെ ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ആ ടൂൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ഏത് ക്ലാസ് കയറിയാലും കറക്റ്റായി ടൂൾസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സാറിന്റെ ക്ലാസ്സിൽ എനിക്കും കയറണം. എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ട്രഷറിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ഓക്കെ, അടുത്ത താങ്ക്സ് മണി സാർ. മൈൻസിൽ ജോയിൻ ചെയ്തോളൂ. 21-ാം തീയതി കോഴിക്കോട് പങ്കെടുക്കാം. ശരി, ഓക്കെ, ഇനി താങ്ക്സ്. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമസ്കാരം സാർ. ഒരു ഡൗട്ട് ചോദിക്കാൻ. ആരാ ആദ്യം നമസ്കാരം പറഞ്ഞ ആള്? പറഞ്ഞോളൂ. ഇത് മുനീറാണ്. എന്റെ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ മോന് ഭയങ്കര ദേഷ്യമായിരുന്നു, മുൻകോപമായിരുന്നു. എനിക്കും അതേപോലെ ദേഷ്യമാണ്. അപ്പോഴും ഞങ്ങൾ തമ്മിൽ അങ്ങ് പ്രശ്നമായിരുന്നു. അപ്പോഴെന്റെ കൂട്ടുകാരി ഷീജ ജലീൽ, അവളെടുത്ത് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വന്ന ആ മാസം ഹസ്ബൻഡ് വന്നിരുന്നു. എന്നിട്ട് ഞാൻ അവളെ വിളിച്ചപ്പോ കേൾക്കെ തന്നെ ഞാനിത് സംസാരിച്ച്, എൻ്റെ മോൻ അങ്ങനെ ഭയങ്കര ദേഷ്യം എൻ്റെ അടുത്ത്. അന്നേരം അവള് പറഞ്ഞു, ഇതായാലും EFT ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരു സാറിന്റെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചെയ്തു. പിറ്റേന്ന് എൻ്റെ മോൻ നല്ല സൈലന്റ് ആയി, നല്ല സന്തോഷമായി. ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ സാറിന്റെ ക്ലാസ് എറണാകുളത്ത് വന്ന് കേട്ട്, പിന്നെ എനിക്ക് അതിൽ നിന്ന് തന്നെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. കാറ് വാങ്ങണമെന്നുണ്ടായിരുന്നു, വാങ്ങി. പിന്നെ ഹസ്ബൻഡിന് അവിടെ ഒരു കട എടുക്കണമെന്നുണ്ടായിരുന്നു, അത് എടുത്ത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എങ്കിൽ തന്നെയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാറിന്റെ ക്ലാസ് കേട്ട് എനിക്കെല്ലാം നല്ലതായി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ട്രഷറിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ട്രഷറിൽ ജോയിൻ ചെയ്തോളൂ. ഹലോ ഹലോ പറയൂ കേൾക്കാം. ഹലോ, തോമസ് ഇന്നലെ കേൾക്കാവോ? കേൾക്കാം. ഇന്നലെ വിളിച്ചപ്പോ ഞാൻ ഇലക്ഷൻ കാര്യം ചോദിച്ചപ്പോ ഇവിടെ ഫോൺ കേടായിപ്പോയി. അങ്ങോട്ട് പറയാൻ മേല വന്നു. ഇതിപ്പോ ഞാൻ ട്രഷറി കയറിയിട്ടുണ്ടേ. വലിയ സന്തോഷം. ഭയങ്കര ആശയങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതായത് നമുക്ക് ഈ ധനത്തെക്കാൾ പ്രധാനം മെന്റൽ പീസ്, സമാധാനം കിട്ടുകയാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സ്വർഗം. നേടിൽ പണം വേണമെന്നില്ല. അപ്പൊ അതിനകത്ത് ഈ കോഴ്സുകൾ നമുക്ക് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. അത് നമുക്ക് നല്ലതായിട്ട് നടപ്പാക്കാം. അതിൽ നമ്മുടെ ഒത്തിരി ടെൻഷൻസ് മാറും. നമ്മുടെ ഈ കുടുംബത്തെ ആയാലും സമൂഹത്തിലായാലും എല്ലാം പ്രശ്നങ്ങളല്ലേ, അതെല്ലാം മാറ്റം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് നല്ല കഴുകി ശുദ്ധിയായി കഴിയുമ്പോൾ ട്രഷറിന്റെ എഫക്റ്റ് വരുമെന്നല്ലേ സാറും പറഞ്ഞേ? ഉറപ്പാണ്. എല്ലാം ഇതിന്റെ കൂടെ നിൽക്കുക. എല്ലാ ദിവസവും മെഡിറ്റേഷൻ കാണുന്നുണ്ട്. സന്തോഷം. ഓക്കെ, മനസ്സമാധാനം തന്നെയാണ്. മനസ്സമാധാനം തന്നെയാണ് എല്ലാത്തിന്റെയും താക്കോൽ, ഒരു സംശയമില്ല. അതാണ് ട്രഷർ. അതിലോട്ട് നമ്മൾ പെർമനന്റ് ആയിട്ട് തൽക്കാലം കിട്ടിയാൽ പോരാ. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? ഏതെങ്കിലും സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന സന്തോഷമൊക്കെ ഒരു സ്ഥിര സന്ദർശകനായിട്ട് മാറും. അഷ്റഫ് സാറൊക്കെ ഇരിക്കുന്നല്ലേ, ചിരിച്ചിരിക്കുന്നുണ്ടല്ലേ? ഫസ്റ്റ് ഒന്നും ആയിരുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ ഒരു സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആരാ സംസാരിക്കുന്നത്? ഞാൻ ലൈലായ. സാർ മുനീറ കൂട്ടുകാരിയല്ല, എൻ്റെ മാമാടെ മോളാ, എൻ്റെ ഭർത്താവിന്റെ മാമാടെ മോളാ. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അയാളാ ഇപ്പൊ സംസാരിച്ചത്. പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബിസിനസ് മുൻപന്തി ഞാൻ എഴുതി. അതൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അത് കുറച്ചുകൂടെ ആയിട്ട് പറയാന്ന് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. ചൂടാവട്ടെന്ന് ഇത്രേ പറയുന്നോളൂ. അതൊക്കെ പിന്നെ പറയും. ഞായറാഴ്ച വരുമല്ലോ, കാണാം. സൺഡേ കാണാം. വളരെ സന്തോഷം. ഇനി ആരാണ് സംസാരിക്കുന്നത്? സാർ, എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ കോഴ്സിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്, മെഡിറ്റേഷൻ ക്ലാസ്സിൽ കയറാൻ തുടങ്ങിയിട്ട്. എനിക്ക് ട്രഷർ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ എന്ന് അറിയണം. പിന്നെ ഫീസ് അറിയണം. ഞാൻ ബാംഗ്ലൂരാണുള്ളത്. അപ്പൊ എനിക്ക് നാട്ടിലേക്ക് വന്നിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങള് മണി മൈൻഡ്സെറ്റിൽ പങ്കെടുത്തിട്ടുണ്ടോ അജിത? ഇല്ല, ഞാൻ ഒരു കോഴ്സിലും പങ്കെടുത്തിട്ടില്ല. ഞാൻ പക്ഷെ ഇതുപോലത്തെ കുറെ വേറെ കോഴ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ നമ്മൾ ഈ മാസം 15-നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറേ ആൾക്കാർ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പം ഈ മാസം 30, ഡിസംബർ 30 നമ്മൾ മാറ്റിയിട്ടുണ്ട് ട്രഷറിന്റെ സ്റ്റാർട്ടിങ്. അതായത് ട്രഷർ ക്ലാസ് എന്ന് പറഞ്ഞത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതത്തെ മുഴുവനും റീപ്രോഗ്രാം ചെയ്യാനുള്ള
ടൂൾസുകൾ ആദ്യം ഉണ്ടാവണം. അതിനുശേഷം ട്രഷർ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓഫീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യും കേട്ടോ അജിത. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളൊരു കോഴ്സ് ചെയ്യാത്ത, ഹാപ്പി പാർക്കിന്റെ ഒരു കോഴ്സ് നേരത്തെ ചെയ്യാത്ത ഒരാൾക്ക് ട്രഷറർ നേരിട്ട് നമ്മൾ എൻട്രി കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ മണി മൈൻഡ് സെറ്റിന്റെ ഒരു ഏതെങ്കിലും ഒരു ചെറിയതെന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പി പാർക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ പറ്റുകയാണെങ്കിൽ സാറോട് സംസാരിച്ചിട്ട് അതിന്റെ ഒരു ആപ്പെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് അതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടായി എന്ന് ഉറപ്പ് വന്നാൽ മാത്രം ട്രഷർ വന്നാൽ മതി. മനസ്സിലായി? വെറുതെ ഒന്നും ട്രഷറിൽ ആരും കയറി വരണ്ട. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അന്തരാത്മാവിന് ബോധ്യപ്പെട്ടതിന് ശേഷം, കാരണം ഇത് 6 മാസത്തിന്റെ അടുക്കിട്ടെറിഞ്ഞ് പോകാൻ പാടില്ല. അതുകൊണ്ട് മാറ്റം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ. സാറൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഈ മണി മൈൻഡ് സെറ്റ് ഒന്ന് സാറോട് ഓൺ ആക്കി തരാൻ പറഞ്ഞാൽ മതി. അതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്പർ നമ്പർ ഉണ്ടല്ലോ, ഇതിലുണ്ടല്ലോ, ഇതിലുണ്ടല്ലോ 95 95 67 800 617. കണ്ടില്ലേ മാഡം? മെസ്സേജിലാ നോക്കട്ടെ. അല്ലെ സ്ക്രീനിലുണ്ടല്ലോ, താഴെ നമ്പർ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ആ നമ്പർ ഒന്ന് സാറേ ഒന്ന് എഴുതി അയച്ചോളൂ. ഞാൻ കളക്ട് ചെയ്തോളാം. 1 സെക്കൻഡ്, ഞാൻ ആ നമ്പർ വേറെ ഇതിൽ എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സാറെ മെഡിറ്റേഷൻ ആ ഗ്രൂപ്പിൽ ഇട്ടാ മതി. മറ്റേ ആ ഗ്രൂപ്പിൽ അഡ്മിനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് മാറിപ്പോവാതിരിക്കുക. നമ്മൾ ഈ മനസ്സിന്റെ ഈ ബഹളമായത്തിൽ അതാണ് ജീവിതം എന്ന് വിചാരിച്ച് പോകേണ്ട കാര്യമില്ല. അടിച്ചു പൊളിച്ച് ഹാപ്പിയായി ജീവിക്കാൻ പറ്റും. അടുത്ത ആരാണ് സംസാരിക്കുന്നത്? ഇതാണ് നമ്പർ മാഡം അജിത. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? ഹലോ സാർ, പിന്നെ നമ്മൾ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ലൈവ് പ്രോഗ്രാം ഇതിൽ വരണമെങ്കിൽ നമ്മൾ ട്രഷറിൽ പങ്കെടുത്തിട്ട് വേണോ വരണം സാർ? അല്ല, അതിൽ ആർക്കും പങ്കെടുക്കാം. എറണാകുളത്തെ പ്രോഗ്രാമിൽ ആർക്കും പങ്കെടുക്കാം. അത് മറ്റേ നമ്മുടെ ട്രഷറുടെ ഭാഗമായിട്ടാണോ അതോ? അതെ. ട്രഷറിലുള്ള ആളുകൾക്ക് അത് അവർക്ക് അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയാണ്. പബ്ലിക്കിന് അത് വേറെ പങ്കെടുക്കുകയും ചെയ്യാം. ട്രഷറിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പഠിപ്പിക്കാതായിട്ട് ഒന്നുമില്ല. പണം ഉണ്ടാക്കുന്ന പഠിപ്പിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ പഠിപ്പിക്കുന്നുണ്ട്, ഹീലിംഗ് പഠിപ്പിക്കുന്നുണ്ട്, സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം. എറണാകുളത്ത് വരുന്നുണ്ട്. ശരി, സന്തോഷം. ഇനി ആരാണ് സംസാരിക്കുന്നത്? സെർബിന ആരോ പറയൂ. ശരി, അപ്പൊ വളരെ സന്തോഷം. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ദാവൂദ് സാർ. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എങ്ങനെ പോകുന്നു സാർ? അൽഹംദുലില്ലാ, സുഖാണ്. ഞാനിപ്പോ യുഎയിലാണുള്ളത്. ഞാൻ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. സുഖമായിട്ട് പോണ്. വെരി ഗുഡ്. ട്രഷറിൽ ജോയിൻ ചെയ്തില്ലേ നിങ്ങള്? ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ തീർച്ചയായും ജോയിൻ ചെയ്യണം. ഞാനിപ്പോ ഒരു ജോലി അന്വേഷണത്തിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ എല്ലാരും പ്രാർത്ഥിക്കുക. ഏതായാലും നിങ്ങൾ ട്രഷറിൽ ജോയിൻ ചെയ്യും. ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾക്ക് ഏത് കാര്യം നടക്കും, എല്ലാ കാര്യം നടക്കും. അതിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലൊരു കരുത്ത് വേണം. എന്ത്? ഐ വാണ്ട് ടു റീബർത്ത് ഇൻ മൈ സ്പിരിച്വൽ. എനിക്ക് എൻ്റെ അന്തരാത്മാവിൽ പുനർജനിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മനസ്സിലായോ? ശരി, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ചോദിക്കാനുണ്ടോ? ഓക്കെ, സന്തോഷം. സക്കീന കെ പി സംസാരിക്കുന്നുണ്ടോ? സാറേ, ഞാൻ ഉല്ലാസ്. പറയൂ. ഇന്ന് മൈൻഡ് സെറ്റിന്റെ 8ാമത്തെ ക്ലാസ്സാണ് എന്റെ. 7 ക്ലാസ് കേട്ടപ്പോ എങ്ങനെ തോന്നി സാർ? അത് മാറ്റം ഉണ്ടാകുന്ന ഉറപ്പായില്ലേ? 100% സാർ, 100%. വളരെ വളരെ എനർജറ്റിക് ആണ് ഇപ്പൊ. രാവിലെ 5:30 അങ്ങനെ വരണം ട്രഷറിൽ വരുമ്പോ ഒരു പ്രതീക്ഷ വേണം, നല്ല പ്രതീക്ഷ വേണം.
അങ്ങനെ പറയാം. ഇത് അതിന്റെ ഒരു 1000 ഇരട്ടിയാ ട്രഷർ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സാറ് ട്രഷർ വരുന്നില്ലേ? ഞാനിപ്പോ 28-ാം തീയതി എറണാകുളത്ത് മുമ്പിൽ കാണാന്ന് പറഞ്ഞാൽ ഞാൻ വരും ഉറപ്പായിട്ടും. പിന്നെ ട്രഷർ ഇപ്പൊ 7th ബാച്ച് ആരംഭിക്കുന്നത് 8 PM പറയും. 8 PM എനിക്ക് ഭയങ്കര തിരക്കുള്ള സമയം. എന്റെ ഷോപ്പിൽ ഭയങ്കര എനിക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുള്ള ടൈം. അല്ല, അത് നോക്കണ്ട. 8 PM അതിന്റെ ടൈം ഇതേപോലെ തന്നെയാണിത്. അത് നിങ്ങൾക്ക് രാവിലെ കാണാം. ഇതേപോലെ കിട്ടും അത് സാധനം. ട്രഷർ ഇതേപോലെ. അതല്ലാതെ ലൈവായിട്ടല്ല. അതാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്. ട്രഷറർ നമുക്ക് അങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും 24 hours സാറിന് അത് കിട്ടും. ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ജോയിൻ ചെയ്തോളാം. തീർച്ചയായും. അത് ജോയിൻ ചെയ്യാണ്ടിരിക്കുന്നത് നഷ്ടമായിരിക്കും സാറിന് കേട്ടോ. 7th ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം സാറേ. 7th ബാച്ച് ഈ മാസം 30-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15-ന് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ആൾക്കാർ വർക്കുകൾ ചെയ്ത് പൂർത്തിയായില്ല. അതുകൊണ്ട് 30-ലോട്ട് നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യാം. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത ഇപ്പൊ തന്നെ വർക്കുകൾ കിട്ടും. സാർ ഒന്ന് സംസാരിച്ചോളൂ. ബദറുദ്ദീൻ സാർ ഒന്ന് സംസാരിച്ചോളൂ. ഓക്കെ. 21-ാം തീയതി ഡിസംബർ 21-ന് കോഴിക്കോട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ വെച്ചിട്ട് കരീം സാറിന്റെ 2ാമത്തെ പുസ്തകം വനത്തിൽ തിരയുക എന്ന പുസ്തകവും പബ്ലിഷിങ് വരുന്നുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് മണി മൈൻഡ് സെറ്റിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പ് അഡ്മിനുമായി ബന്ധപ്പെടണം. കോഴിക്കോട് പെട്ടെന്ന് സീറ്റ് ഫില്ലാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മാക്സിമം ഒരു 25 ആളുകൾ കൂടി അവസരമുള്ളൂ. അപ്പോൾ കോഴിക്കോട് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഇന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പ് അഡ്മിനുമായി ബന്ധപ്പെടണം. എറണാകുളത്ത് ഡിസംബർ 28-നാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൽ സീറ്റുകൾ ഒഴിവുണ്ട്. എറണാകുളത്ത് പങ്കെടുക്കുന്ന ആളുകളും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിനുമായി ബന്ധപ്പെടണം. ഹാപ്പി പാർക്കിന്റെ ഏതെങ്കിലും കോഴ്സുകൾ മുമ്പ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് നമ്മുടെ ട്രഷർ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം. മുമ്പ് കരീം സാറെ കോഴ്സുകൾ പങ്കെടുത്ത ആളുകളുണ്ടെങ്കിൽ ട്രഷർ രജിസ്ട്രേഷനും ആരംഭിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പ് അഡ്മിനുമായി ബന്ധപ്പെടണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 21-ാം തീയതിക്കത്തെ പ്രോഗ്രാമാണ്. 21-ാം തീയതി 25ഓളം സീറ്റുകളേ ഉള്ളൂ. പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി അവസാന നിമിഷം നിങ്ങൾ ഉണ്ട് വിചാരിച്ചിരുന്നു എന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. കാരണം നമുക്കും നിങ്ങൾ എടുക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം അത്രക്കാണ് അവിടെ അവൈലബിലിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും കോഴിക്കോട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇന്ന് തന്നെ ബന്ധപ്പെടണം എന്ന് അറിയിക്കുന്നത്. നിങ്ങൾ അഡ്മിനുമായി ബന്ധപ്പെട്ട എല്ലാവിധ സപ്പോർട്ടും നൽകും. കരീം സാറ് പുസ്തകവും അന്ന് പ്രകാശനമുണ്ട്. അതാണ് ഇത്ര ആളുകളെ പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാരണം. ശരി സാർ, ശരി. ഞാൻ 28-ാം തീയതി എറണാകുളത്ത് പങ്കെടുക്കുന്നത്. ഓക്കെ. ഷർബുനിഷ എന്ന് പറയുന്നു. നിങ്ങൾ കുറെ കാലം കണ്ടിട്ട് സംസാരിക്കൂ. കേൾക്കുന്നില്ല. മൈക്കോണാക്കി സംസാരിക്കൂ. തമിഴ്നാട്ടുകാരിയാണ്. ഗുഡ് മോർണിംഗ്. ഞാനൊരു അനുഭവം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ വന്നതാണ്. പറയൂ. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ പകുതിക്കൊക്കെ വെച്ച് ട്രഷറിൽ കയറിയിട്ട് പകുതിയിട്ട് തിരിച്ചു പോകാന്നൊക്കെ പല പ്രാവശ്യം വിചാരിച്ചിരുന്നു. മനസ്സടങ്ങുന്നില്ലായിരുന്നു. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ മനസ്സടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പോസിറ്റീവായ റിസൾട്ടുകൾ എനിക്ക് വരാൻ തുടങ്ങിയത്. പോസിറ്റീവെന്ന് വെച്ചാൽ നമുക്ക് മാത്രമല്ല നമ്മളുടെ ചുറ്റുമുള്ളവർക്കും വരുന്ന ഒരു അനുഭവമാണ് ഞാനിപ്പം പറയാൻ വേണ്ടി വന്നത്. ഞങ്ങളുടെ അടുത്ത ബന്ധത്തിലുള്ള ഒരാള് ബ്രദറും സിസ്റ്ററും കൂടെ കന്യാകുമാരിയില് ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ കുറച്ച് സ്ഥലം അവർക്ക് രണ്ടാളും കൂടെ അടിവെച്ചിട്ട് ദാരിദ്ര്യത്തിന്റെ അത്രത്തോളം അനുഭവിക്കാണ്. രണ്ടുപേരും അനുഭവിക്കാണ്. എന്നാലും ആ സ്ഥലം വിട്ടിട്ട് അവര് വീതം വയ്ക്കാൻ അവര് ഒരുങ്ങി വന്നില്ലായിരുന്നു. പോലീസ് കേസ് കോർട്ട് വരെ പോയി അവര്. അപ്പൊ ഞങ്ങൾക്ക് ഇവരെ ഒന്ന് ഒത്തുതീർപ്പിലാക്കാന്ന് വെച്ച് പല പ്രാവശ്യം ബന്ധുക്കൾ എല്ലാവരും ശ്രമിച്ചിട്ടും അത് നടന്നില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ട്രഷറിൽ ഞങ്ങളുടെ കാര്യത്തിന്റെ കൂടെ ഇവർക്കും വേണ്ടിയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോയി, ഞാനും ഹസ്ബൻഡും കൂടെ പോയിട്ട് അവരെ ഒന്ന് നേരിട്ട് സംസാരിക്കണമെന്ന് വെച്ചാൽ ഇവര് ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് എവിടെ പോയി മാറി താമസിക്കാന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷന്. അപ്പൊ ഇങ്ങനെ ഒരു 4 ദിവസം മുമ്പ് പിന്നെയും ഇവരെ പോയി കാണണം, കണ്ട് സംസാരിക്കണമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവര് തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരൊരു ഒത്തുതീർപ്പിലായി കേസൊക്കെ പിൻവലിച്ചു. ഇപ്പൊ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള
റെഡിയായി നിൽക്കുകയാണ്. കഷ്ടപ്പാടെന്ന് വെച്ചാൽ MBBS കൊച്ചിന് സീറ്റ് കിട്ടിയിട്ട് അവനെ പഠിപ്പിക്കാൻ പോലും പാടില്ല, പറ്റാത്തൊരു അവസ്ഥയിൽ ആ കൊച്ചിനെ പിന്നെയും കൊണ്ട് നീറ്റ് എക്സാമിന് വിട്ടിരിക്കുകയാണ്. 2 വർഷം അവന് പോയി കിട്ടിയപ്പോൾ. അപ്പൊ നല്ല പഠിക്കുന്ന പിള്ളേരാണ്. മകളുടെ അവസ്ഥയും ഇതുപോലെ MBBS കയറാൻ പറ്റിയിട്ട് കൊച്ച് പകുതിയിൽ എഞ്ചിനീയറിംഗ്, പകുതി MBA ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നീറ്റ് എഴുതി കഴിഞ്ഞ പ്രാവശ്യമാണ് ആ കൊച്ച് MBBS കയറിയത് തന്നെ. പക്ഷെ ഈ മകന്റെ അവസ്ഥ ഇതുപോലെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതൊരു ഒത്തുതീർപ്പാക്കാൻ ഒട്ടും പറ്റില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ താനെ ഞങ്ങളത് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് തന്നെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളൊരു ഒത്തുതീർപ്പിലായി. ബ്രദറും സിസ്റ്ററും കൂടെ ഇപ്പൊ സ്ഥലം വിൽക്കാൻ വേണ്ടിയുള്ള തീരുമാനമൊക്കെ ആയി. അങ്ങനെ ഒത്തുതീർപ്പ് പോയത് ഞങ്ങള് മനസ്സിൽ കരുതിയപ്പം തന്നെ നമുക്ക് മാത്രമല്ല, നമ്മളുടെ ചുറ്റിലുള്ളവർക്ക്, പ്രപഞ്ചം നമ്മളെ അറിയുമ്പോഴാണ്, മനസ്സ് ഒതുങ്ങുമ്പോൾ, മനസ്സ് അടങ്ങുമ്പോഴാണ് പോസിറ്റീവ് വരുന്നതെന്ന് നല്ലപോലെ മനസ്സിലായി ഇപ്പൊ എനിക്ക്. പേടിക്കേണ്ട ആരും അപ്പോ ഇതിനോട്ട് കയറിയിട്ട് പിന്തിരിഞ്ഞ് പോണോന്ന് എല്ലാവർക്കും അങ്ങനെ സമയം എടുക്കുമ്പോ, ലേറ്റ് ആകുമ്പോ അങ്ങനെ ഒരു ചിന്തകൾ പലർക്കും വരാറുണ്ടാവും. പക്ഷെ അത് വേണ്ട, ഒട്ടും വേണ്ട, വന്നോളും. നമ്മളുടെ മനസ്സ് അടങ്ങുമ്പോൾ, നമ്മൾ ശരിയാകുമ്പോഴാണ് പ്രപഞ്ചം നമുക്ക് തന്നു തുടങ്ങുന്നതെന്ന് നല്ല ബോധ്യമായി. അതായത് മനസ്സ് അടങ്ങുമ്പം ഇപ്പൊ നിങ്ങൾ വിചാരിച്ചൊക്കെ നടന്നു കഴിഞ്ഞു. അതിന് ബാക്കി വരാനുള്ള ഒരു കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. റീഅറേഞ്ച്മെന്റിൽ സമയം മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സ്വിഗ്ഗിയിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഫുഡ് അവിടെ റെഡിയായി. സ്വർണോ പിന്നെ എന്തുവാണ് താമസം? അത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് എത്തുവാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ കിട്ടും. മനസ്സിലായില്ലേ? ആമസോണിൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തതിന്റെ അർത്ഥം എന്താ? നമുക്ക് വേണ്ടി ഒരു സാധനം ഇങ്ങോട്ട് വരാമെന്നുള്ളത് ഉറപ്പായി. പിന്നെ സമയം എന്തിനാ വേണ്ടിയിട്ടാ? ആമസോണിൽ നിന്ന് ആ സാധനം ഡെലിവറി പോയി കുറച്ച് ദിവസം എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് എത്താനുള്ള സമയം. അതുപോലെ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇത് ചെറിയ കാര്യമല്ല. ശരി, വളരെ സന്തോഷം. ഇനി ആരെയും സംസാരിക്കുന്നുണ്ടോ? സർബനീസ, പിന്നെ തമിഴ്നാട്ടിലെ നിങ്ങള് ആളുകളൊക്കെ അടുത്ത ബാച്ചിൽ കുറച്ച് ആൾക്കാർ EFT കൊണ്ടുവരണം. കൊണ്ടുവരുന്നുണ്ട് സാർ, കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ മണി മൈൻഡ് സെറ്റിൽ ഉണ്ട്. ആ, വളരെ സന്തോഷം. നേരത്തെ 2 പേര് മണി മൈൻഡ് സെറ്റിൽ 3 പേര് കഴിഞ്ഞിരുന്നു. ഇപ്പൊ ഈ ബാച്ചിൽ മണി മൈൻഡ് സെറ്റിൽ ഉണ്ട്. അവർക്ക് മലയാളം മനസ്സിലാവോ? ഞാൻ പറയുന്നത് മനസ്സിലാവോ? ഞാൻ പറഞ്ഞു കൊടുക്കും. അവർ അഫർമേഷൻ ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാനത് തമിഴിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ നിങ്ങളെ കാര്യത്തിലാണ് അത്ഭുതപ്പെടുന്നത്. നിങ്ങൾ തമിഴ്നാട്ടിലാണ് എന്ന് പറയണമെങ്കിൽ അത് പറയാതെ മനസ്സിലാവില്ല. ബിക്കോസ് യു സ്പീക്ക് ഇംഗ്ലീഷ്, യു സ്പീക്ക് മലയാളം ഫ്ലുവൻ്റ്ലി. ഞാൻ ഇനി നല്ലപോലെ എന്റെ മാറ്റത്തിന് വേണ്ടി, എന്റെ കംപ്ലീറ്റ് ആയ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ കാത്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അത് നല്ലപോലെ ഞാൻ അതന്നെ മാറി കഴിയുമ്പോഴാണ് എനിക്ക് ഇൻഷാല്ലാ അവിടുന്ന് ഹാപ്പി പാർക്ക് തമിഴ്നാട്ടിലോട്ട് കൊണ്ടുവരണമെന്ന് ഒരു അതിയായ ആഗ്രഹമുണ്ട്. അത് നടന്നിരിക്കും, ഇൻഷാല്ലാ നടന്നിരിക്കും. തീർച്ചയായും നിങ്ങൾ തന്നെ ഇതൊക്കെ പഠിച്ചെടുത്തിട്ട് നിങ്ങൾ അടുത്ത 7th ബാച്ചിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ചെയ്യുന്നുണ്ട്. കാരണം അതിന് വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഡെഫിനറ്റ്ലി അത് ചെയ്യണം. രണ്ടാളും ചെയ്യുന്നുണ്ട്, ഞാനും ഹസ്ബൻഡും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഹസ്ബൻഡിന്റെ മാറ്റം എങ്ങനെയുണ്ട്? ഹസ്ബൻഡിന് എങ്ങനെയുണ്ട് ഇപ്പോ? വരില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ക്ലാസ് ഒന്നും കേൾക്കില്ല, പറഞ്ഞു കൊടുത്താൽ അതുപോലെ ഒന്നും ചെയ്യില്ല, ആദ്യം അങ്ങനെയൊക്കെ ഇരുന്ന ആളാണ്. പക്ഷെ നേരത്തെ തന്നെ നല്ല എന്നെക്കാളും സ്പിരിച്വാലിറ്റി ഉള്ള ആളായിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്പിരിച്വലായിട്ട് പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇതൊന്നും ഒട്ടും ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ദിവസം കറക്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ബ്രദറാണ് ഞാനിപ്പോ പറഞ്ഞ ആള്. സിസ്റ്ററും പുള്ളിയുടെ ബ്രദറും സിസ്റ്ററുമാണ്. മനസ്സിലായി. പുള്ളി പിന്നെ ക്ലാസ്സിൽ വന്നിരിക്കും. തമിഴാണ്. പുള്ളിക്ക് ശരിക്കും മലയാളം അറിയാമെന്ന് അറിയില്ല. എല്ലാ തമാശകളും ആസ്വദിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൈഫിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുക. പക്ഷെ പുള്ളി വളരെ ഹാപ്പിയാണ്. എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനസ്സ് തെളിഞ്ഞു, മുഖം തെളിഞ്ഞു, എല്ലാം മാറി. ഏതായാലും ഇതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. ഇറ്റ് ഈസ് യുവർ സോൾ പവർ. നിങ്ങളുടെ പവർ കൊണ്ടാണ് സംഭവിച്ചത്. തെളിഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രത്തോളം ഭയങ്കര ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഹാപ്പി പാർക്കിലോട്ട് കയറിയത്. അപ്പൊ അള്ളാഹു ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് ചേർത്തതാണ്. അപ്പൊ ഞങ്ങൾ ഇതിലോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ അത് എന്താന്ന അവസ്ഥ എന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അതങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം തരണം ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായ മാറ്റങ്ങളാണ്. ശരി, വളരെ സന്തോഷം. അപ്പോൾ ഏതായാലും സർബനീസക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് സമയം ഒരുപാട് വൈകി. മുഴുവൻ ആളുകളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് കോഴിക്കോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കോഴിക്കോട് ഒരു പ്രോഗ്രാം ഹാപ്പി പാർക്കിന് വാർഷികം വെക്കാൻ കോഴിക്കോട് ഒരു ഹോളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
കാരണം എറണാകുളത്തും കോഴിക്കോടും നമ്മുടെ കേരളം മൊത്തം വാർഷികത്തിന് എല്ലാവരും വരും. കഴിഞ്ഞ വാർഷികത്തിനൊക്കെ ഒരു മാസം തന്നെ ഫുള്ള് ബുക്കായി. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ എറണാകുളത്തും കൂടി ഈ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ കോഴിക്കോട് എറണാകുളത്തും സീറ്റ് ഇല്ലാണ്ടാവും, ഒരു സ്ഥലത്ത് മാത്രമേ ആണെങ്കിൽ. കാരണം ആ അതിന്റെ ഒരു ഇതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ജെനുവിനായ മാറ്റം തന്നെയാവും. നിങ്ങൾ ആ മണി മൈൻഡ് സെറ്റിന്റെ ആ പ്രോഗ്രാമിൽ പണം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ പണക്കാരനാവാം, ആ ഒരു ട്രഷറിൽ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ കോഴ്സാണ്. അതിൽ നിങ്ങൾ പങ്കെടുത്തു. അതിൽ അവസാനം ഒരു തെറാപ്പിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അനുഭവിച്ചു നോക്കും. അപ്പം മനസ്സിലാവും എത്ര വലിയ കാര്യമാണ്, എത്ര വലിയ സത്യമാണ് ഇതെല്ലാം എന്ന്. ഏതായാലും വലിയ സന്തോഷമുണ്ട്. ഏകദേശം 6:30 മുതൽ ഈ സമയം വരെ ഇത്രയും ആളുകൾ, ഇപ്പൊ 8:18 സമയം, ഇത്രയും സമയം, എത്ര മണിക്കൂറായി? ഏകദേശം 2 മണിക്കൂറിനടുപ്പിച്ച് ഇതിൽ ചെലവഴിച്ച എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. കോഴിക്കോട് പങ്കെടുക്കുന്ന ആൾക്കാർ ഇന്ന് തന്നെ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതില്ല, മനസ്സിൽ എന്തില്ല, ഒരു സെല്ലില്ലെങ്കിൽ മാത്രമേ നിങ്ങളത് പങ്കെടുക്കാണ്ടിരിക്കൂ. മാറ്റത്തിനുള്ള ഒരു ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ വേണം. മനസ്സിലായില്ലേ? ആയിഷത്ത എന്ത് പറയുന്നു? ആയിഷത്ത കുറെ ആയി ഇങ്ങനെ കാണുന്നു. എന്ത് പറയുന്നു? സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സംസാരിച്ചോളൂ. കേൾക്കുന്നില്ല. മൈക്ക് ഓണാക്കി സംസാരിക്കും. മ്യൂട്ടഡ് ആണ്. അവര് മ്യൂട്ടഡ് ആണ്. കുഴപ്പമില്ല. ചിലപ്പോൾ മൊബൈലിൽ അൺമ്യൂട്ട് ആക്കാൻ പറ്റാത്തൊരവസ്ഥയും വരും. ചില സമയത്ത് അങ്ങനെയും വരും. ശരി, ഞങ്ങളൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ വി കനോട്ട് ഹിയർ വാട്ട് യു സേ. ശരി, അലൂഷ്യസ് സർ, അലൂഷ്യസ് പി എ, ക്യാൻ യു ഹിയർ? സംസാരിച്ചോളൂ, പറയൂ. പറയാന് വാക്കുകളില്ല. ഞാൻ ഫുള്ള് ഹാപ്പിയിലും ഫുള്ള് റിസൾട്ടിലും എല്ലാം ആയി നിൽക്കുന്ന ഒരാളാണ്. നിങ്ങളെ പഴയ വീട് തകർന്നു പോയില്ലേ? അതായത് നിങ്ങൾ നേരത്തെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മനസ്സിന്റെ തടവറയിലായിരുന്നു. നിങ്ങൾ ഒരു യൂസുഫ് ആയിരുന്നു, തടവറയിലായിരുന്നു, മനസ്സിന്റെ തടവറയിലായിരുന്നു നിങ്ങൾ. അവിടെ ജ്ഞാനോദയം ലഭിച്ച് ആ വീട് പൊളിച്ചിറക്കി പുറത്തോട്ട് വന്ന് ഇപ്പൊ പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു. അതായത് ദുരിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ദുരിതത്തിലായിരുന്നു. അത് എന്റെ ഒരു ഇതുകൊണ്ടാണ് എന്നുള്ള എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനകത്ത് കയറി ഞാൻ ശരിയായതിനു ശേഷം അൽഹംദുലില്ലാ എന്റെ ചുറ്റും ശരിയായി, എന്റെ കുടുംബവും ശരിയായി. സൗഭാഗ്യങ്ങളെല്ലാം തകർന്നു പോയതായിരുന്നു, അതെല്ലാം തിരിച്ചു കിട്ടാൻ തുടങ്ങി. 2 വീടാ വിറ്റ സാറേ, പ്രശ്നങ്ങൾ കൊണ്ട്. വീടിന്റെ കുഴപ്പമാണോ എന്താന്ന് അറിയാത്തത് കൊണ്ട്, സാമ്പത്തികമായിട്ടല്ല, പ്രശ്നങ്ങൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ, മാനസികമായിട്ട് ഭ്രാന്തിനെ പോലെയൊക്കെ ആയി ഒരു ഇതായ ഒരാളായിരുന്നു ഞാൻ. അൽഹംദുലില്ലാ എനിക്ക് റബ്ബ് എന്റെ മുമ്പിൽ ഇത് എത്തിച്ചു തന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർന്ന് എല്ലാം ചെയ്തു തുടങ്ങി. നല്ല റാഹത്തായിട്ട് ഇപ്പം ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി ലാസ്റ്റ്. അത് ഇപ്പം എല്ലാം വീണ്ടും തിരിച്ചെടുക്കാൻ തുടങ്ങി. എല്ലാം തിരിച്ചു കിട്ടി, ഇനിയൊന്നും കിട്ടാനില്ല. മനസ്സിന്റെ അടിമയായിരുന്നു നേരത്തെ. ഇപ്പൊ മനസ്സിന്റെ അടിമ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയാ. മനസ്സ് നമ്മൾ ഒരു സമയം ഒരു നിമിഷം പോലും അടങ്ങി നിൽക്കാൻ വിടൂലല്ലോ. കഴിഞ്ഞതിനെ പറ്റി ഓർത്തോണ്ടിരിക്കും. എന്താ പറയണ്ടേ, ഒന്നും പറയാനില്ല. വെറും ഭ്രാന്തിനെ പോലെ ആയിപ്പോയിക്കുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ ഒരിതും ഞാൻ ഈ സാറ് പറയുന്ന ഈ നിമിഷത്തിലാണ് ഞാനിപ്പം ജീവിച്ചോണ്ടിരിക്കുന്നത്. മുമ്പോട്ടും പോക്കില്ല, പുറകോട്ടും പോക്കില്ല. ഈ നിമിഷത്തിന് ഞാൻ പ്രാർത്ഥനക്കൊക്കെ കിട്ടിയ ഉത്തരമാണിത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. ഈ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഏതോ രൂപത്തിൽ കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഹാപ്പി പാർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളതും മനസ്സിലായി, എങ്ങനെ ജീവിക്കണമെന്നുള്ളതും മനസ്സിലായി, നമ്മളെ മനസ്സിനെ എന്ത് ചെയ്യണമെന്നുള്ളതും മനസ്സിലായി. നമ്മളെ മനസ്സാണ് എല്ലാം ശത്രു. ആ മനസ്സിനെ ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഇനി ഒന്നും കിട്ടാനില്ല. എനിക്കെല്ലാം ഫുള്ളായിട്ട് കിട്ടി. എന്റെ റബ്ബിനെ പോലും എനിക്ക് എന്റെ കൈ കിട്ടി. അതിനപ്പുറം ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഇപ്പം ഫുള്ള് സാറ് പറഞ്ഞ ആ രീതിയിലുള്ള ആ ജീവിതത്തിൽ, അതായത് ശ്വാസത്തിൽ മാത്രം കൊണ്ടുപോയിട്ടുള്ള ജീവിതം ഞാനിപ്പോ. നിങ്ങൾ 7th ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ലേ? ജോയിൻ ചെയ്യുന്നുണ്ട്. അത് തുടങ്ങിയോ ഞാൻ അറിയുന്നില്ല. എന്റെ ഫോൺ ചേഞ്ച് ആയാലും കൊണ്ട് എനിക്ക് എല്ലാത്തിനും കൂടുന്നു.
ഇൻഷാ അല്ലാ എല്ലാത്തിന്റെയും ഇതിനകത്ത് ഞാൻ പുറകിലുണ്ടാവും, ഞാൻ എല്ലാത്തിലും ഉണ്ടാവും. ശരി, മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും കോഴിക്കോടത്തെ പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. സാർ അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കൂ സാർ. ബദുദ്ദീൻ സാർ, നമ്മുടെ ഹൈദർ അലിയെ കാണുന്നുണ്ട്. ഹൈദർ അലി സാർ എന്ത് പറയുന്നു? ഹൈദർ അലി സാർ കോഴിക്കോട് വരുന്നില്ലേ? ലിങ്ക് പോകുന്നുണ്ട്, ഗ്രൂപ്പിൽ മൊത്തത്തിൽ ലിങ്ക് പോകുന്നുണ്ട്. ഓക്കെ. ഹൈദർ അലി സാർ, നിങ്ങൾ ഇടയ്ക്കേ കാണാറുള്ളൂ. കോഴിക്കോട് വരുന്നില്ല ഹൈദർ അലി സാർ? സാറേ കോഴിക്കോട് വരുന്നില്ലേ? വരുന്നുണ്ട്. വെരി ഗുഡ്, വളരെ സന്തോഷം. അത് നേരിട്ട് കാണാം കേട്ടോ. അവിടെ വരുന്ന സമയത്ത് എന്റെ അടുത്ത് വരണം, അപ്പോഴേ കാണും. ചില ആൾക്കാർ വിചാരിക്കും ഞാനെന്താ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നതല്ല, ഒരുപക്ഷെ നിങ്ങൾ ഈ സൂമിൽ കാണും പോലെ ആവില്ല നേരിട്ട് കാണുമ്പോൾ. അതുകൊണ്ടാണ്. ഗ്ലാമർ കൂടുതലുണ്ടാവല്ലേ സാർ? അതിനേക്കാൾ കുറച്ച് ഗ്ലാമർ കൂടുതലുണ്ടാവും. ശരി ശരി. ലത്തീഫ് സാറെ, നാരായണ സാറെ ഒക്കെ കാണുന്നുണ്ട്, വൈശാഖ്, ഇത്രയും ആൾക്കാരെയാണ് കാണുന്നത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സാറേ, നമ്മൾ ദുബായിൽ നമ്മുടെ പുസ്തകം എത്തിയിട്ടുണ്ട്. സാറ് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തോളാം. ഓക്കെ ഓക്കെ. ഞാൻ മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ദുബായിലുള്ള ആൾക്കാരൊക്കെ ആ പുസ്തകം ഒന്ന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സാർ അബുദാബിയിലല്ലേ ഉള്ളത്? അതെ. അങ്ങനെയാണെങ്കിൽ അബുദാബിയിലാണെങ്കിൽ കുറച്ച് പുസ്തകം ഞാൻ അവരോട് അബുദാബിയിൽ നിങ്ങളെടുത്ത് കൊടുത്തേക്കാൻ പറയാം. അങ്ങനെയാണ് അബുദാബിയിലുള്ള ആൾക്കാർക്ക് സാറിന് കളക്ട് ചെയ്യാലോ. ഞാൻ കൊടുത്തോളാം. നോ പ്രോബ്ലം. അതുപോലെ പുതിയ പുസ്തകം വന്നാൽ ആ പുസ്തകവും നമ്മൾ ദുബായിലും സൗദിയിലും ഒക്കെ എത്തിക്കും. എന്റെ കോണ്ടാക്ട് അവരുടെ അടുത്ത് ഓൾറെഡി ഉണ്ട് സാർ. ഞാൻ ഓൾറെഡി വാട്സാപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ടോ അവർക്ക്? അല്ലല്ല, ഇപ്പോ ബദറുദ്ദീൻ സാർ തന്നതിന് ശേഷം. അപ്പൊ അവര് എന്റെ മെസ്സേജ് കണ്ടിട്ട് ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് അയക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. ഏതാ സാർ? ഇങ്ങോട്ട് അയക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. നോക്കാം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് അബുദാബിയിൽ അവർ വരുന്ന സമയത്ത് കുറച്ച് പുസ്തകം സാർ എടുത്ത് തരാം. അങ്ങനെയാണ് അബുദാബിയിൽ നിന്ന്. കാരണം UAE എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമല്ലേ, ഒരു ദിവസം 7 എമിറേറ്റ്സും പോകാൻ പറ്റും. ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് 1.5 മണിക്കൂർ യാത്ര പോയാൽ മതി. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ. പണ്ടത്തെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ 1.5 മണിക്കൂറിൽ എന്റെ മെർസിഡീസ് ഷൗട്ട് ചെയ്യാൻ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നില്ല, അതുകൊണ്ടാണ്. ശരി, സാറേ ഒരു കാര്യം ചോദിക്കാം സാറേ. പുതിയ പുസ്തകം നമുക്ക്, ഞാനും സാറിന്റെ വിജയത്തിന്റെ രസതന്ത്രം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് മേടിച്ചത്. പുതിയ പുസ്തകം എങ്ങനെയാണ് ആമസോണിൽ ആമസോണിലല്ല, നമ്മള് ഇതുപോലെ തരും കേട്ടോ. ആമസോൺ നമ്മൾ കയറ്റും, പക്ഷെ ആമസോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ സമയമില്ല, അതാ പ്രശ്നം. ഇതാണ് സാറ് വായിച്ച പുസ്തകം. ഞാൻ വായിച്ചത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഭയങ്കര ഒരു ചേഞ്ചസ് ആണ് സാറേ ഉണ്ടായത്. പറയാൻ പറ്റും. വളരെ വളരെ ഒരു പുതിയ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇതിന്റെ ദശലക്ഷം ഇരട്ടിയാണ് അതിൻ്റെ. കാരണം അത് വർഷങ്ങളെടുത്ത് എഴുതിയതാണ്. ഈ വിജയത്തിന്റെ രസതന്ത്രം കൊറോണ സമയത്ത് നമ്മൾ ഇരുന്ന് 2-3 മാസം കൊണ്ട് എഴുതി തീർത്തതാണത്. പക്ഷെ മറ്റത് വർഷങ്ങളെടുത്താണ് പുതിയ പുസ്തകം എഴുതിയെടുത്തത്. അതിനുശേഷം എല്ലാവരും പറയും സാർ അടുത്ത പുസ്തകം. ബദറുദ്ദീൻ സാർ ഇടക്കിടക്ക് പറയും എന്തായി. പക്ഷെ സമയം, ട്രെയിനിങ്ങുകൾ, പ്രോഗ്രാമുകൾ, ജോലി തിരക്കുകൾ. ഇപ്പൊ ഈ ജോലി തിരക്കുകളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് മുഴുവൻ ഇതിലേക്ക് നിന്നപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ ട്രഷറൊക്കെ ഇത്രയും മനോഹരമായി ചെയ്യാൻ പറ്റുന്നത്, ഓഫ്ലൈൻ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള, ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു, ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അതൊക്കെ ഒഴിവായി പൂർണ്ണമായിട്ടും ഇതിലെത്തിയപ്പം പുസ്തകവും റെഡിയായി, എല്ലാം റെഡിയായി. ഏതായാലും എല്ലാത്തിനും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കോഴിക്കോട് വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ഒരു 5-8 മണിക്കൂർ യാത്രയായിരിക്കും. അതിനുശേഷം തെറാപ്പിയൊക്കെ ആയി. എൻ്റെ പാരൻസ് ഒക്കെ വരുന്നുണ്ട് അവിടെ. അവരാണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അതിനുശേഷം അവിടുന്ന് തന്നെ നിങ്ങൾക്ക് പുസ്തകം വാങ്ങാം. പുസ്തകത്തിന് അവിടെ നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസൊക്കെ ആക്കാം. കാരണം അതിൻ്റെ എന്താ പറയുക, പ്രൈസിനും കുറച്ച് കുറച്ചിട്ട് അഫോർഡബിൾ ആയ രൂപത്തിൽ നമുക്ക് അന്ന് അവിടുന്ന് അത് കൈപ്പറ്റുകയും ചെയ്യും. ഏതാ നാരായണൻ നായരല്ലേ ഇതിലുള്ള നമ്പർ ഒന്ന് കിട്ടാൻ? നാരായണൻ നായർ നമ്പർ കിട്ടുമെന്നാണ് ഹൈദർ അലി സാർ ചോദിക്കുന്നത്. ഇപ്പൊ നോട്ട് ചെയ്യാൻ പറ്റുമോ? 052
അതിന് അബുദാബിക്കാരൊക്കെ ഉണ്ടെങ്കിൽ സാറ് നമ്പർ നോട്ട് ചെയ്തോളൂ. അബുദാബി ഇതൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ സംസാരിച്ചാൽ പുള്ളി കുറെ കാര്യം ലീഡ് ചെയ്യും. പ്രത്യേകിച്ച് ട്രഷറൊക്കെ ചോദിച്ചോളൂ. ട്രഷറിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ഞാനിപ്പോ ഒരാളെ കേട്ടിട്ടുണ്ട് സാറ്, ഇവിടെ അബുദാബിയിലുള്ള ഒരാള് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്കിൽ. വെരി ഗുഡ്, വെരി ഗുഡ് സാർ. 052 052 887 887 8815 8815 അല്ലേ? 052 887 8815 യെസ് അല്ലേ? അതെ അതെ അതെ. എപ്പോ വേണമെങ്കിലും വിളിച്ചു, നോ പ്രോബ്ലം. എപ്പോ വേണമെങ്കിലും. വാട്സപ്പ് നമ്പർ ആണത്? അതെ, വാട്സപ്പ് അല്ല, ഇതാണ് കാളിംഗ് നമ്പറാണ്. വാട്സപ്പ് നമ്പർ കൊടുക്കൂ സാർ. 056 056 678 678 1550 1550. ഞാൻ ഹൈദരലി പൊന്നാനി. ഓക്കെ ഓക്കെ. നമ്മൾ അടുത്ത നാട്ടുകാരാണ്. ഞാൻ പട്ടാമ്പിയ. സാറെവിടെ? പട്ടാമ്പിയ? പട്ടാമ്പിയുടെയും പെരുന്തമണ്ണയുടെയും നടുക്ക് ലാവുന്തോട്. ഓക്കെ ഓക്കെ. വളരെ സന്തോഷം. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കോഴിക്കോട് വെച്ച് കണ്ടുമുട്ടാം. ബാക്കിയുള്ള ആൾക്കാർക്ക് ട്രഷറിൽ വരാം. ട്രഷറിൽ ഇനി ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമായില്ലേ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ട്രഷറിൽ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും ഇപ്പോൾ താല്പര്യമായില്ലേ? പ്ലീസ് ടാപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടാപ്പ് യെസ്. ചില ആൾക്കാർ പ്രോഗ്രാം ലൈവ് ചെയ്യുമെന്നാ. തീർച്ചയായിട്ടും നമ്മൾ ആ ബുക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എത്ര ആൾക്കാരുണ്ട് ട്രഷറിൽ ജോയിൻ ചെയ്യാനും? പുതിയ ബാച്ചിൽ, 7ാമത്തെ ബാച്ചിൽ. വെരി ഗുഡ്. ഈ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ തന്നെ, ഒരു മിനിറ്റ് പോലും വൈകാതെ. ലൈഫിലെടുക്കുന്ന ഏറ്റവും ശക്തമായ തീരുമാനമാണ് നമ്മുടെ മനസ്സിന്റെ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടുക. മനസ്സിലായില്ല? റിപ്പീറ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. റിപ്പീറ്റും ചെയ്യാം. അതല്ലാതെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. കോഴിക്കോട് പ്രോഗ്രാമിന് പറയൂ. നമ്മളെ സീറ്റ് അവിടെ ഉണ്ടാവില്ല. അല്ല സാറ് ബുക്ക് ചെയ്യണം. സാറേ ഒന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇതിൽ കുറെ ആൾക്കാർക്ക് നമ്മളോട് അനിഷ്ടമായി. കാരണം ഇത് ഹോട്ടലിൽ അവർ പറഞ്ഞു ഇതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാർ ക്യാൻസൽ ആയപ്പോൾ അതിൽ തിരിച്ച് കയറ്റാണ് ചെയ്തത്. അതുകൊണ്ട് അഷ്റഫ് സാറേ, നമ്മൾ ഹാപ്പി പാർക്കിന്റെ ഭാഗമാണ്. ഞാൻ തന്നെ എന്റെ ഫാമിലിക്കൊക്കെ അവിടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്റെ ഫാമിലിയൊക്കെ അത് വരും. അപ്പൊ അവരുടെയൊക്കെ സീറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ തന്നെ അവരെ അങ്ങോട്ട് കയറ്റുന്നത്. മനസ്സിലായില്ലേ? കാരണം ഇതിനൊരു കണക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ്. ശരി, മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. സാറേ, കോഴിക്കോട് ലിങ്ക് ഒന്ന് അയച്ചു. പറയൂ പത്മിനി, പറയൂ. വളരെയധികം സന്തോഷമുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കണം ആദ്യമായിട്ട്. ഇപ്പൊ മസ്കറ്റിലാണ്. മസ്കറ്റിലാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് മണി മൈൻഡ് സെറ്റിന്റെ ആ കോഴ്സ് ഇപ്പൊ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തു. എന്നിട്ട് ട്രഷറിൽ ജോയിൻ ചെയ്തോളൂ. മണി മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ട്രഷറിൽ ജോയിൻ ചെയ്യാം. ആദ്യം ഏത് കോഴ്സാണ് ചെയ്യേണ്ടത്? ആദ്യം മണി മൈൻഡ് സെറ്റ് ചെയ്യണം. അത് ചെയ്യുന്നത് നന്നാവുക കേട്ടോ. അതിലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ്, ഹാപ്പി പാർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുള്ള ആൾക്കാരെ നമ്മൾ ട്രഷറിൽ കയറ്റാറുള്ളൂ. അപ്പൊ അഥവാ നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാറിനോട് വിളിച്ചു പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ അതൊന്ന് ചെയ്തു തരും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ മാസം 30-നാണ് നമ്മൾ പിന്നെ ട്രഷറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞുതരാം. മനസ്സിന്റെ തടവറയിലാണ് നമ്മളെല്ലാം. അതാണ് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കഥാരൂപത്തിൽ നമ്മളോട് പറഞ്ഞു തന്നതൊക്കെ ഈ കാര്യങ്ങളാവും. നമ്മളതൊക്കെ കഥയാക്കിയിട്ട് ആ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ ആഘോഷിച്ച് ജീവിക്കുക. നമ്മൾ വെഡ്ഡികളാണ് പലരും. അപ്പൊ ഈ മനസ്സിന്റെ തടവറയിൽ നിന്നും നമ്മൾ അന്തരാത്മാവിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അസാധ്യമായതൊന്നുമില്ല. അസാധ്യമായതൊന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ് ഷാജഹാൻ സാർ ഇപ്പൊ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. 30-35 വർഷം നീണ്ടു നിന്ന അസുഖങ്ങൾ മാറിയെന്ന് മാത്രമല്ല, എല്ലാം. എന്നിട്ടും പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. വീണ്ടും ചെയ്യുന്നു. അത് തന്നെയാണ് എല്ലാവരുടെയും അനുഭവം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക്
വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.